ഇൻഫിഡൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആൻ ചരിത്രത്തിൻ്റെ അടുത്ത എപ്പിസോഡാണ്. മുൻകഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ ഇൻഫിഡൽസ് യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിലുള്ള വിശുദ്ധ ഖുർആൻ ചരിത്രം ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ അതിൽ നിന്ന് കണ്ട് ആ ഒരു തുടർച്ച പാലിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടുവോ എന്നുള്ള നമ്മുടെ ചർച്ച തുടരാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾക്ക് ചില ചോദ്യങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അഡ്രസ്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് തുടർ വിഷയങ്ങളിലേക്ക് വരാമെന്നാണ് കരുതുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഇമാം സുയൂത്തിയുടെ ഇത്തഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്നുള്ള കിതാബ് എന്ന ഇസ്ലാമിക ഗ്രന്ഥം, അതുപോലെ ഉംറു വെട്ടിക്കാട്ട് എന്ന മലയാളിയായ അറബി പണ്ഡിതൻ്റെ വഹ്മിയത്തുൽ ഇസ്ലാം എന്ന ഒരു രചന, ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇത് ഈ ഒരു ചർച്ച ഒരു അന്തിമ വാക്കല്ല, ഇതൊരു അന്വേഷണത്തിൻ്റെ പാതയുടെ ഭാഗമാണ്, നിലവിലെ കണ്ടെത്തലുകളുടെ ഒരു അവതരണമാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു തീർപ്പ് എന്ന നിലക്ക് നിങ്ങൾ കൂട്ടേണ്ടതില്ല. അപ്പോൾ ഓരോ സമയത്തും ഈ അറിവിൻ്റെ പരിണാമത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി കാണാൻ എൻ്റെ ഈ വീഡിയോ സീരീസ് കാണുന്ന ആളുകൾ തുടർന്നും ഇത് കാണണമെന്നും, ഇതിന് നിങ്ങൾ ഏത് വിശ്വാസക്കാരായിക്കോട്ടെ, മതമുള്ളവരില്ലാത്തവരായിക്കൊള്ളട്ടെ, എൻ്റെ വീഡിയോ സീരീസ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കുന്നത് വരെയും അത് കാണണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അത് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂടാനല്ല, പകരം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നുള്ള ഗ്യാരണ്ടി ഞാൻ എപ്പോഴും പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ തിരുത്തിയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ തുടർന്നുള്ള വീഡിയോസ് കാണൽ നിർബന്ധമാണല്ലോ. ഇപ്പോൾ തിരുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അർത്ഥം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം. അപ്പോൾ ആ ഒരു ബോധ്യം എനിക്കുള്ളതുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ തിരുത്തും. അതുപോലെ അർത്ഥം വെക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അറബി കിതാബിൽ നിന്ന് വായിച്ച്, അല്ലെങ്കിൽ അറബ് പ്രമാണങ്ങളിൽ നിന്ന് വായിച്ച് അത് അർത്ഥം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അർത്ഥം വെക്കുന്നതിൽ തെറ്റാൻ സാധ്യത ഉണ്ട്. അങ്ങനെ അർത്ഥം തെറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഇവിടെ ഓപ്പൺ ആണ്, ആരുടെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ പോകണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കാണുകയും ചെയ്യും. അപ്പോൾ തെറ്റ് കണ്ടാൽ അത് തിരുത്താവുന്നതാണ്. അതിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തൊട്ടടുത്ത എപ്പിസോഡിൽ ഞാനത് തിരുത്തിയിരിക്കും. പിന്നെ അതുപോലെ ചിലപ്പോൾ അർത്ഥത്തിലാവില്ല പ്രശ്നം, വായനയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ വായനയിൽ തിരുത്താവുന്നതാണ്. വായനയ്ക്ക് പ്രശ്നമുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ എന്നൊരാൾ കമൻറ്റ് ഇട്ടിരുന്നു, എന്നാൽ അയാൾ അത് തിരുത്തി കണ്ടില്ല. ഇനി മുർത്തദ്ദായതുകൊണ്ടും പറഞ്ഞത് ഹക്കായതുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം പണ്ഡിതർ മുസ്ലിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച അറിവുകളായതുകൊണ്ടും ആളുകളുടെ വിശ്വാസം പ്രശ്നത്തിലാവാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ടൊക്കെ പിന്നെ എനിക്ക് സംഭവിച്ച പിഴവ് തിരുത്താതിരുന്നതാണോ അതോ പിഴവ് സംഭവിച്ചു എന്ന് വെറുതെ പറഞ്ഞാണോ എന്നറിയില്ല. എന്തായാലും ഇനി വായനയിലാണ് തെറ്റെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം, ഇതിൻ്റെ തെർക്കീബ് ഇങ്ങനെയാണ്, ഇതിൻ്റെ അയറാബ് ഇങ്ങനെയാണ്, അന്നൻ്റെ ഇസ്മാവുമ്പോൾ ഇങ്ങനെ വായിക്കണം, അതുപോലെ ഇന്നൻ്റെതാണ് ഇങ്ങനെ വായിക്കണം, അല്ലേ, ഇന്നാവാഹുവാത്താണെങ്കിൽ അങ്ങനെ വായിക്കുക, കാനാവാഹുവാത്താണെങ്കിൽ ഇങ്ങനെ വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി അടക്കല്ലേ നിങ്ങൾക്ക് പറയാലോ. ഇനി അതല്ല അതിൻ്റെ സൊറഫ് ഇങ്ങനെയാണ്, അപ്പം ഇങ്ങനെയുള്ള അർത്ഥം വെക്കുക ഒക്കെ പറയാം. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങൾ പറയുന്നതിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ തെറ്റുള്ളതായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ തെറ്റുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഉറപ്പായിട്ട് ഞാൻ തിരുത്തുമെന്ന ഗ്യാരണ്ടി പറയാനാണ് ഇപ്പോൾ ഇത്രയും സമയം എടുത്തത്. അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി ഞാൻ പാലിക്കും എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ വീഡിയോ സീരീസ് കാണുന്ന ആളുകൾ അതിൻ്റെ ഒരു അറ്റം എത്തുവരെയും കാണണം എന്നും ഞാൻ പറയാൻ കാരണം. തിരുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയണ്ടേ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ അറിവ് അന്വേഷിക്കുന്നയാളാണ്, ഒരു അറിവാളനായി പണ്ഡിതനായല്ല നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളിൽ വീണ്ടും പുനരന്വേഷണങ്ങൾ നടത്തി വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഞാൻ എത്തിച്ചേരുന്ന ഇടം
അത് പലപ്പോഴും ഞാനിപ്പോഴും ഇപ്പോൾ നിൽക്കുന്ന ഇടമായതുകൊണ്ടാണ് ഞാനിപ്പോഴും വിശ്വാസരാഹിത്യത്തിൽ നിൽക്കുന്നതും ഇനി ഒരിക്കലും വിശ്വാസത്തിലേക്ക് തിരിച്ചു പോക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ളതും. എങ്കിലും അന്വേഷണം നിർത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിശ്വാസമുള്ള ആ ഒരു പക്ഷമായിരുന്നു ശരി എന്ന ഒരു ബോധ്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്കൊരിക്കലും അത് സ്വീകരിക്കാൻ ഒരു മടിയില്ല. ഞാൻ അത്രയും നിഷ്പക്ഷമായ ഒരു സത്യാന്വേഷണത്തിലാണ് ഉള്ളത്. ഇനി ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികൾക്ക് ഇത് അത്ര നിഷ്പക്ഷമല്ല എന്ന് തോന്നിയേക്കാം. അതിന് കാരണം ഞാനിത് കാണുന്നത് ഒരു വിശ്വാസരഹിതമായ കണ്ണിലൂടെ കാണുന്നത് കൊണ്ട് ആവാം അങ്ങനെ വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം വളരെ ക്ലിയർ ആയിരിക്കും. എന്താണോ ഞാൻ പ്രമാണങ്ങൾ വെച്ച് പറയുന്നത് അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് ആകെ വേണ്ടത് അത് തന്നെയാണോ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അറിവ് നേടാൻ, അറിവ് തേടാൻ ഒക്കെ നിങ്ങളുടെ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലേ പറയണത് അല്ലേ? ഒന്നുകിൽ ഒരു ആലിമാവുക, അല്ലെങ്കിൽ മുതഅല്ലിമാവുക, അതുമല്ലെങ്കിൽ ഒരു മുസ്തമി ആവുക, അതുമല്ലെങ്കിൽ ഒരു മുഹിബ്ബാവുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹദീസ് ഞാൻ ദർസ് കാലത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അറിവ് ഒന്നുകിൽ നല്ല പണ്ഡിതനായി മാറണം, അതല്ലെങ്കിൽ നിങ്ങൾ അറിവ് തേടുന്ന ആളായി മാറണം, അതല്ലെങ്കിൽ അറിവിനെ കേൾക്കുന്ന ആളായി മാറണം, അതുമല്ലെങ്കിൽ നിങ്ങൾ അറിവിനെ സ്നേഹിക്കുന്ന ആളായി മാറണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹദീസ് പ്രകാരം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ നിങ്ങൾ അറിവുള്ളവരുടെ അടുക്കിലേക്ക് പോകുന്നതും അത് വെരിഫൈ ചെയ്യുന്നതിനൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് തടസ്സം? നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏതായാലും അത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചോദിക്കുക. ഒരു തടസ്സം അവിടെ വരുന്നില്ല. നിങ്ങൾ എന്നെ കേൾക്കാൻ ചിലവഴിക്കുന്ന അതേ സമയം ഒന്ന് അന്വേഷിക്കാൻ കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി നല്ലൊരു അറിവിനുള്ള അവസരം കിട്ടല്ലേ. അപ്പോൾ ഏതായാലും അന്വേഷണത്തിന് തയ്യാറാകുന്ന ആളുകളിലേക്ക് എൻ്റേതായ അറിവുകളും കണ്ടെത്തലുകളും അവതരിപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന ചില ചോദ്യങ്ങൾക്കുള്ള ചില കമൻറ്റുകൾക്കുള്ള മറുപടികൾ ഒന്ന് പറഞ്ഞു വെക്കാം. അതിൽ ഒരു കമൻറ്റ്, ഒരു ലേറ്റസ്റ്റ് കമൻറ്റ് ഇങ്ങനെയാണ്: വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിൽമാർ പിന്നെ എങ്ങനെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് തുടങ്ങി യമാമ യുദ്ധം നടക്കുന്ന കാലം വരെയും തുടർന്ന് ഇന്ന് വരെയും ഹൃദ്യസ്ഥമാക്കിയത് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ചർച്ച. അവിടെ മുഹമ്മദ് നബി 3 ഘട്ടങ്ങളിലായിട്ട് ഇത്തക്കാൻ പറയുന്നുണ്ട്. 3 ഘട്ടങ്ങളിലായി ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടു. അതിലാദ്യം മുഹമ്മദ് നബിയുടെ സന്നിധിയിൽ വെച്ച് ഇബ്നു മസ്ഊദ് അടക്കമുള്ള ആളുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇബ്നു മസ്ഊദ്, പിന്നെ അതുപോലെ 4 പേരിൽ നിന്നായി നിങ്ങൾ ഖുർആനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ 4 പേരെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇബ്നു മസ്ഊദ് ഒന്നുണ്ട്. അപ്പോൾ അവരിലൊന്നും പക്ഷേ പിന്നീട് ഉസ്മാന്റെ കാലത്ത് എഴുത്തുകാരനായി മാറിയ അബൂബക്കർ മുതൽ ഉസ്മാൻ വരെയുള്ള കാലത്തൊക്കെ എഴുത്തുകാരനായും ഖുർആന്റെ ക്രോഡീകരണത്തിൽ അമീറായും ഒക്കെ ഉണ്ടായിരുന്ന സെയ്ദ് ബിൻ സാബിത്ത് അതിലില്ല കേട്ടോ. ഈ 4 പേരിലില്ല. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എന്തായാലും മുഹമ്മദ് നബിയുടെ കാലത്ത് ക്രോഡീകരിക്കാൻ ശ്രമിച്ചിട്ട് അതൊരു മൊത്തത്തിൽ ക്രോഡീകരിച്ച് ഇങ്ങോട്ട് എടുക്കാനും അതൊരു സംരക്ഷിതമായ അവസ്ഥയിൽ ആളുകളിലേക്ക് എത്തിക്കാനും മുഹമ്മദ് നബിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മൊത്തത്തിൽ അതായത് ഇറങ്ങിയത് അത്രയും ക്രോഡീകരിച്ച് കെട്ടെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യാം. ആകെ മുഹമ്മദ് നബി ഓതിയിട്ടുള്ള ആയത്തുകൾ, വചനങ്ങൾ അപ്പോഴുള്ള കുറച്ചൊക്കെ ഇവരെ കൊണ്ട് ഒരുവിധം കിട്ടുന്നതൊക്കെ സമാഹരിപ്പിച്ച് എടുക്കുക എന്നല്ലാതെ ഏതൊക്കെ ഇറങ്ങിയത് മുതൽ അവസാനം വരെ ഏതൊക്കെ ഉണ്ടോ അത് മുഴുവനായിട്ട് ഇങ്ങോട്ട് ക്രോഡീകരിച്ച് എടുപ്പിക്കുക എന്നുള്ളൊരു ശൈലി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും ചിലപ്പോൾ ഈ പറഞ്ഞത്. ഒന്ന് വ്യക്തമാക്കാം. ഇപ്പോൾ ഇബ്നു മസ്ഊദിനെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പോൾ മുഹമ്മദ് നബി ക്രോഡീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ ഒന്ന് ഇബ്നു മസ്ഊദ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇബ്നു മസ്ഊദിൻ്റെ ഖുർആനിൽ ഇബ്നു മസ്ഊദ് ക്രോഡീകരിച്ച മുസാഹഫ്, ആ മുസാഫിൽ ഇന്നുള്ള ഖുർആനിലുള്ള ചില സൂറത്തുകൾ ഉണ്ടല്ലോ, അതിലില്ല. ഇബ്നു മസ്ഊദിൻ്റെ മുസാഫിലില്ല. ഇബ്നു മസ്ഊദിൻ്റെ മുസാഫിലുള്ള ചില സൂറത്തുകൾ ഇന്നത്തെ മുസാഫിലില്ല. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അന്ന് കിട്ടാവുന്ന അത്രയും സാധനങ്ങൾ അപ്പോൾ അവൈലബിൾ ആയത് ഏതൊക്കെയോ അത് മുഹമ്മദ് നബി അങ്ങോട്ട് ക്രോഡീകരിച്ചു എന്നല്ലാതെ മുഹമ്മദ് നബി ഇത് ഇറങ്ങിയത് മുതലേ അവസാനം വരെയും ഏതൊക്കെ ഉണ്ടോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ക്രോഡീകരിച്ച് എടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കാൻ കാരണം അബൂബക്കറിൻ്റെ കാലത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഇത് ക്രോഡീകരിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്.
നേരെ മറിച്ച് ഗൗരവതരമായിട്ടുള്ള എ ടു സെഡ് ക്രോഡീകരിച്ചെടുക്കുന്ന ഒരു ശൈലിയും അത് ക്രോഡീകരിച്ച് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു രൂപത്തിലാക്കിയിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ശൈലിയൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അബൂബക്കറിന് അതിൻ്റെ പേരിൽ ഇടങ്ങേറാകേണ്ടി വരില്ലായിരുന്നു. എന്നാൽ അബൂബക്കറിന് ഇടങ്ങേറാകേണ്ടി വരുന്നുണ്ട്. യമാമ യുദ്ധത്തിൻ്റെ സമയത്ത് ഖുർആൻ നന്നായി അറിയുന്ന ഒരുപാട് പേര് മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടപ്പോൾ പിന്നെ ഇത് കിട്ടാൻ പ്രയാസമായി തുടങ്ങുമെന്ന് മനസ്സിലായപ്പോഴാണ് അബൂബക്കർ ഇത് ക്രോഡീകരിച്ച് തുടങ്ങുന്നത് കൊണ്ട് രണ്ടാം ഘട്ടം. അപ്പോൾ ഒന്നാം ഘട്ടത്തിലുള്ള ക്രോഡീകരണം ഇഫക്റ്റീവ് ആകത്തുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ ത്രികാലജ്ഞാനിയായ 3 കാലങ്ങളെക്കുറിച്ചും 3 ലോകങ്ങളെക്കുറിച്ചും അല്ലേ, സ്വർഗങ്ങളെക്കുറിച്ച് നരകങ്ങളെക്കുറിച്ച് ഈ ദുനിയാവിനെക്കുറിച്ച് ഒക്കെ ജ്ഞാനമുള്ള, ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനത്തിനെക്കുറിച്ചും ഭാവി കാലത്തിനെക്കുറിച്ചും ഒക്കെ അറിയുന്ന അള്ളാഹുവിൻ്റെ ദൂതൻ, ആ ദൂതൻ ക്രോഡീകരിച്ചിട്ട് ആ ക്രോഡീകരണം ഇഫക്റ്റീവ് ആയില്ല. അത് ഇഫക്റ്റീവ് ആകാത്ത കാരണത്താൽ അബൂബക്കറിന് പറയേണ്ടി വന്നു, യമാമ യുദ്ധത്തിൽ ഖുർആൻ അറിയുന്ന, ഖുർആനിനെ ഒരുമിച്ച് കൂട്ടിയ ഒരുപാട് പേര് മരണപ്പെട്ടു. അപ്പോൾ ഇതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഖുറാ എന്നതിന് ഹാഫിള് എന്ന അർത്ഥം ഇല്ലാന്ന് ഞാൻ എൻ്റെ വക പറഞ്ഞാണ്. അതങ്ങനെയല്ല. ഈ 70 പേര് മരണപ്പെട്ടു എന്ന് പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ അവിടെ അബൂബക്കർ പറഞ്ഞത് നോക്കിയാൽ മതി. അവിടെ ഖുറാ എന്നാണ് ചിലയിടത്ത് പറഞ്ഞ പ്രയോഗം. ഖുർആൻ നന്നായി അറിയുന്നവർ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നവർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഖാരി എന്ന് പറയല്. അതിൻ്റെ ആണ് ഖുറാ എന്നാണ് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞത്. അപ്പോൾ ഹാഫിൽ നിന്ന് അർത്ഥം വരാൻ സാധ്യത അല്ല എന്നുള്ളൊരു സാധ്യതയിലേക്കാണ് ഞാനത് തുറന്നിട്ടത്. ആ സാധ്യതയെ തന്നെ ഉറപ്പിക്കുന്ന രീതിയിലാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ജമഉ, അവർ ഒരുമിച്ച് കൂട്ടി, അതായത് ഖുർആൻ ഒരുമിച്ച് കൂട്ടിയ ആളുകൾ. ഖുർആൻ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അവർ കിട്ടിയതൊക്കെ എവിടെയൊക്കെ എഴുതി വെച്ചിരുന്നു, എന്നാൽ അത് എഴുതി വെച്ചത് എവിടേക്കാണെന്നുള്ളത് അറിയില്ല. മൊത്തത്തിലുള്ള ഖുർആൻ അന്നുള്ള സ്വഹാബികൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടില്ല. അത് അവൈലബിൾ ആയിരുന്നെങ്കിൽ ഒരുമിച്ച് കൂട്ടിയ 70 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഇനി എന്ത് ചെയ്യണം, ഇത് ക്രോഡീകരിച്ചെടുക്കണം എന്ന് അബൂബക്കറിന് ധൃതി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ ക്രോഡീകരണം പരാജയപ്പെട്ടു. അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് മനുഷ്യരിലൂടെ സംരക്ഷിക്കുന്ന പറഞ്ഞത്, അല്ലാതെ അള്ളാഹുവായിട്ട് സംരക്ഷിക്കുന്നല്ല എന്നും ഒരാൾ പറയുന്നുണ്ടായിരുന്നു കമൻറ്റിൽ. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന് നേരിട്ട് സംരക്ഷിച്ചാലും അതല്ല മനുഷ്യരിലൂടെ സംരക്ഷിച്ചാലും എങ്ങനെയാണെങ്കിലും അള്ളാഹുവിൻ്റെ ഇടപെടൽ ഫലപ്രദമായിട്ടില്ല. കാരണം ഒന്നാമത് മുഹമ്മദ് നബി ക്രോഡീകരിച്ച ക്രോഡീകരണം അത് ഇഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് അബൂബക്കറിന് വീണ്ടും പറയേണ്ടി വരികയാണ്, യമാമ യുദ്ധത്തിൽ ഒരുപാട് പേര് ഖുർആൻ അറിയുന്നവർ കൊല്ലപ്പെട്ടു. ഖുർആനെ ഒരുമിച്ച് കൂട്ടിയവർ ജമഉ എന്നാ പറയുന്നത്. അവർ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയിരുന്നു. ഖുർആൻ ഒരുമിച്ച് കൂട്ടിയ ആളുകൾ കൊല്ലപ്പെട്ടു. അവിടെ ഈ ഒരു ഹദീസിൽ എവിടെയും ഖുർആൻ മനഃപ്പാഠമാക്കിയവർ എന്ന ഹിഫ്ള് എന്ന കൃത്യമായ പ്രയോഗത്തിലുള്ള വ്യാഖ്യാനങ്ങളല്ല, ഇമാമിയങ്ങൾ പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടല്ല. പിന്നീട് വന്ന ഇമാമിയങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഹദീസിലും ആയത്തിലും പിന്നീട് ഈ ഹദീസും ആയത്തും തുടർന്നുള്ള അസറുകളിലും ഒക്കെ, അസർ എന്ന് പറയുമ്പോൾ എന്താണ്, ആയത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഖുർആനിൻ്റെ ദൈവത്തിൽ നിന്ന് അവതരിച്ചതാണ് എന്ന് പറയപ്പെടുന്ന ഖുർആനിൻ്റെ ആ ഒരു ഖുർആനിലെ വചനങ്ങൾ, ആ വേദത്തിലെ വചനങ്ങൾക്ക് ആയത്തുകൾ എന്ന് പറയാം. ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ചെയ്തതും പറഞ്ഞതും മൗനാനുവാദം നൽകിയതുമായ കാര്യങ്ങളാണ് ഹദീസ്. അസർ എന്ന് പറയുമ്പോൾ ഈ മുഹമ്മദ് നബിയെ കണ്ട സ്വഹാബികൾ കണ്ടു വളർന്ന താബികളും, ആ ഒരു താബി എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ കണ്ടു വളർന്ന മുസ്ലിങ്ങളായ ആൾക്കാർ. അപ്പോൾ സ്വഹാബി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ. ഇവരൊക്കെ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ അസർ എന്ന് പറയും. അപ്പോൾ ഇതിലൊന്നും ഈ ഒരു പ്രയോഗം ഞാൻ കണ്ടിട്ടില്ല. അതായത് അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരുന്നു ആ മരണപ്പെട്ട യമാമ യുദ്ധത്തിലുള്ള ആൾക്കാർ എന്നൊരു പ്രയോഗമോ, ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കിയവരുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു ഹിഫ്ള് എന്ന രീതിയിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രയോഗം ഞാൻ കണ്ടിട്ടില്ല. ആകെ വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. ഖുർആൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജമഉ എന്ന് പറയുമ്പോൾ അവിടെ ഖുർആൻ കൃത്യമായി മനഃപ്പാടാക്കിയോ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വ്യാഖ്യാനങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി അതല്ല അസറിലോ അല്ലെങ്കിൽ ഹദീസിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരി, ഞാൻ തിരുത്താം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഒന്നാം ഘട്ട സംരക്ഷണം പാളിപ്പോയി. പിന്നെ രണ്ടാം ഘട്ട സംരക്ഷണം അബൂബക്കറിൻ്റെ കാലത്ത് സംരക്ഷണം. അന്ന് അബൂബക്കർ എന്ത് ചെയ്തു, അബൂബക്കർ ഉമർ നിർബന്ധിച്ചപ്പോൾ ഉമർ വന്ന് അബൂബക്കറിനോട് നിർബന്ധിക്കാണ്, ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്,
അപ്പോൾ ഒരു ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൽപ്പിക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് അബൂബക്കർ ഉമറിന്റെ നിർബന്ധം സഹിക്കവയ്യാതെ സെയ്ദിനെ പോയി കാണുന്നുണ്ട്, സെയ്ദ് ബിൻ സാബിത്തിനെ. മുഹമ്മദ് നബിയുടെ എഴുത്തുകാരിൽപ്പെട്ട സെയ്ദ് ബിൻ സാബിത്തിനോട് അങ്ങനെ ക്രോഡീകരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അങ്ങനെ അബൂബക്കറിന്റെ കാലത്ത് ഇത് ക്രോഡീകരിക്കുകയാണ്. അപ്പോൾ ക്രോഡീകരിക്കുന്ന സമയത്ത് അബൂബക്കർ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ട് പേര്, അതായത് സെയ്ദും ഉമറും, അത് ഇത്തഖാനിൽ നിന്നും വഹബിയത്തുൽ ഇസ്ലാം എന്നൊക്കെ ആ റിപ്പോർട്ടുകൾ ഞാൻ വായിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആമുഖമായിട്ട് ഇത് പറഞ്ഞു പോകുകയാണല്ലോ, ഈ കമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് പറഞ്ഞു പോകായതുകൊണ്ട് എല്ലാം ഒന്ന് പറയാമെന്ന് കരുതി, എന്നിട്ട് പിന്നെ തുടർന്നൊന്ന് വായിക്കാം. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഉമറിനോടും സെയ്ദ് ബിൻ സാബിത്തിനോടും പറയുന്നുണ്ട്, നിങ്ങൾ വാതിൽക്കൽ ഇരിക്കുക, പള്ളി വാതിൽക്കൽ ഇരിക്കുക, എന്നിട്ട് ഖുർആനിൽ നിന്നും ഉള്ള സംഗതികൾ കൊണ്ടുവരുന്ന സമയത്ത് രണ്ട് സാക്ഷികളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുക. ഇനി അതല്ല, നിങ്ങൾ ഖുർആനിൽ ഉണ്ടോയെന്ന് സംശയിക്കുന്ന കാര്യമാണെങ്കിലും അവർ രണ്ടുപേര് സാക്ഷികളായി വന്നിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അബൂബക്കർ ഒരു ക്രോഡീകരണം നടത്തുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ ക്രോഡീകരിച്ചത് പിന്നെ അത് അബൂബക്കറിന്റെ മരണം വരെയും അബൂബക്കർ സൂക്ഷിച്ചു വെക്കാണ്. പിന്നീട് അത് ഉമറിലേക്കും പിന്നീട് ഉമറിന്റെ മകളിലേക്കും എത്താണ്. പിന്നീട് ഉസ്മാന്റെ കാലത്തിലേക്ക് എത്തുമ്പോൾ, അപ്പോൾ നിങ്ങൾ ആലോചിക്കണത് മൂന്നാമത്തെ ഘട്ടമായിട്ട് സംരക്ഷണം, രണ്ടാമത്തെ ഘട്ടം സംരക്ഷണം പാളിപ്പോയി എന്നുള്ളത് മൂന്നാം ഘട്ടത്തിൽ കാണാൻ പറ്റും. മൂന്നാമത്തെ ഘട്ടത്തിൽ ഒരു യുദ്ധം നടക്കുകയാണ് ഷാമിൽ, സിറിയയിൽ യുദ്ധം നടക്കുമ്പോൾ, സിറിയയിലും അസർബൈജാനിലും ഒക്കെ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം നടക്കുമ്പോൾ ആരോട് കൂടെയാണ് യുദ്ധം ചെയ്യുന്നത്? ഇറാഖുകാരോട് കൂടെയാണ് മക്കയിലും മദീനയിലുള്ള ആൾക്കാർ യുദ്ധം ചെയ്യുന്നത്. ഒന്നിച്ച് ഇറാഖുകാരും ഇവരൊക്കെ ഒന്നിച്ച് യുദ്ധം ചെയ്യാണ്, ഈ സിറിയയിലും മറ്റൊക്കെ പോയിട്ട്, അതുപോലെ അസർബൈജാനിൽ പോയിട്ട്. അപ്പോൾ ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ മക്കയിലും മദീനയിലുള്ള സ്വഹാബികളോടൊത്തുള്ള, അല്ലെങ്കിൽ ആ ഒരു ആളുകളോട്, മക്കാരും മദീനക്കാരുമായിട്ടുള്ള ആളുകളോടൊത്തുള്ള ഇറാഖുകാർ, ഇനിയിപ്പോൾ മക്ക മദീന എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ പ്രശ്നം വരിക. അതായത് ഒരു സ്വഹാബി വര്യനായിട്ടുള്ള ഒരാൾ യുദ്ധം ചെയ്തത് ഇറാഖുകാരെയും കൂട്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, അസർബൈജാനിലും ഷാമിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇറാഖുകാരുടെ ഖുർആനോത്ത് കേട്ടപ്പോൾ അയാൾ പേടിച്ചു പോയി. ഇതിപ്പോൾ വേറെ ഏതൊക്കെ ശൈലിയിലാണല്ലോ ഇവർ ഓതുന്നത്, ഇത് ഈ പറയുന്ന ഉമ്മത്തിൻ്റെ ഇടയിൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ, ആശയവ്യത്യാസം ഉണ്ടാകാനൊക്കെ ഇത് കാരണമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തായാലും ക്രോഡീകരിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആൾ വീണ്ടും വരികയാണ് ഉസ്മാൻ്റെ അടുത്തേക്ക്. അങ്ങനെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഖുർആൻ നിങ്ങൾ ക്രോഡീകരിക്കണം, നിങ്ങൾ ഖുർആൻ്റെ കാര്യത്തിൽ ഉമ്മത്തിൻ്റെ ഇടയിൽ ഒരു അവബോധങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവർ ജൂതന്മാരും നസ്രാനികളും ഒക്കെ, അത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ അവരുടെ വേദത്തിൻ്റെ കാര്യത്തിൽ ഭിന്നിച്ചതുപോലെ മുസ്ലിങ്ങളും ഭിന്നിക്കും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നടപടി സ്വീകരിക്കണം. അപ്പോൾ നടപടി സ്വീകരിക്കണം പറയുമ്പോൾ വീണ്ടും ഉസ്മാൻ വീണ്ടും ഖുർആൻ ക്രോഡീകരിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്രോഡീകരണവും രണ്ടാമത്തെ ക്രോഡീകരണവും, ഒന്നാമത്തെ ക്രോഡീകരണം ആരാ? അള്ളാൻ്റെ റസൂല്. രണ്ടാമത്തെ ക്രോഡീകരണം ഒന്നാമത്തെ ഖലീഫ, ഈ അള്ളാൻ്റെ റസൂലിൻ്റെ ഏറ്റവും ഹബീബായ മനുഷ്യൻ. ഇവർ രണ്ടുപേരും ക്രോഡീകരിച്ചിട്ട് ഇഫക്റ്റീവ് ആകാത്തതുകൊണ്ടാണ് മൂന്നാം ക്രോഡീകരണം വരുന്നത്. അങ്ങനെ മൂന്നാമത്തെ ക്രോഡീകരണത്തിൽ ഉസ്മാൻ ചെയ്യണത് എന്താണ്? അതുവരെ അവൈലബിൾ ആയിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഖുർആനുകളൊക്കെ പാടെ കുടിച്ച് കൊടുത്ത് കത്തിച്ചിട്ട് ഉസ്മാൻ എന്താ ചെയ്യണം? ഇതൊക്കെ വെറും വർത്തമാനം പറയല്ലോ കേട്ടോ. ഇതൊക്കെ വെറുതെ ഒരു യുക്തിവാദി ഇങ്ങനെ നിന്ന് പുലമ്പുന്നു, അയാൾക്ക് തോന്നി ഇങ്ങനെ പറയണം അല്ല. ഞാനിനി വഹ്മിയത്തുൽ ഇസ്ലാമിൽ നിന്നും അതുപോലെ ഇത്തഖാൻ ഫി ഉലൂമിൽ ഖുർആനിൽ നിന്നൊക്കെ ഞാൻ റിപ്പോർട്ടുകൾ വായിക്കും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ, അതല്ല ഞാൻ പറഞ്ഞ ശുദ്ധ കളവാണെന്ന് വാദം ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യും, അതിൻ്റെ സോഴ്സുകൾ കാണിക്കും. ഏതായാലും ഇപ്പോൾ ഈ അഹമ്മദ് കോയ എന്ന് പറഞ്ഞ ആളോടുള്ള മറുപടിയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ഒരുപാട് ദീർഘിച്ച് പറഞ്ഞുപോയി. അപ്പോൾ ഈ പറയുന്ന സംരക്ഷണത്തിൽ പാളലുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഉസ്മാന്റെ കാലത്ത് ക്രോഡീകരിച്ചിട്ടുള്ള സംഗതിയാണ് പിന്നീട് ലോകമാകെ സ്പ്രെഡ് ചെയ്യുന്നതും, പിന്നീട് അതിനെ തുടർന്നാണ് പിന്നീട് ആളുകൾ വീണ്ടും പഠിച്ചു തുടങ്ങണതൊക്കെ. ഉസ്മാന്റെ കയ്യിലുള്ള ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ഇന്ന് നമ്മൾ കാണുന്ന ആ ശൈലിയിലുള്ള ഒരു ഖുർആൻ ഉണ്ടല്ലോ, ആ ഒരു ഖുർആൻ അങ്ങനെ മനപ്പാടാക്കിയ ഒരു സ്വഹാബി പോലും ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും. കാരണം ആ ഒരു ഖുർആൻ ഉസ്മാൻ മുതലാണ് വരുന്നത്. അത് ഖുർആന്റെ ക്രോഡീകരണ ചരിത്രം ഞാൻ മൊത്തത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
കാരണം പല ആയത്തുകളും പിന്നെയാണ് ഇതിക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അബൂബക്കറിന്റെ കാലത്ത് തന്നെ ക്രോഡീകരിക്കുന്ന സമയത്ത് അവർക്ക് പല ആയത്തുകളും പലയിടത്തുനിന്നാണ് കിട്ടുന്നത്. എന്നിട്ട് പിന്നീട് ഇത് ക്രോഡീകരിച്ച് ഉസ്മാന്റെ കാലത്ത് എത്തുമ്പോഴും പല ആയത്തുകളിൽ നിന്ന് മിസ്സായതൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇത് മിസ്സായത് തിരിച്ചറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുള്ള സ്വഹാബികളോടെ വേണമല്ലോ. പക്ഷെ ഇതിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. കാരണം ഇവർക്കൊന്നുകിൽ ഇതിന്റെ പൂർണ്ണമായ രൂപം അറിയില്ല. പൂർണ്ണമായ രൂപം മിക്കതിന്റെ പൂർണ്ണമായ രൂപം അറിയാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശകലനത്തിൽ മനസ്സിലായത്. കാരണം പൂർണ്ണമായ രൂപം അറിയുന്നതൊക്കെ അവർ ഖുർആനിൽ എഴുതിയിട്ടില്ലെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ അസറുകളിലും മറ്റൊക്കെ ഇത് പരാമർശിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തുടർന്നുള്ള ചർച്ചയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് അഹമ്മദ് കോയയോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉസ്മാന്റെ ആ ഒരു മുസ്ഹഫിന്റെ ശൈലിയിലുള്ള സംഗതി പിന്നീട് ഇങ്ങനെ ഇഫ്ലാക്കുന്നൊരു ശൈലി പിന്നീട് വരികയും അതങ്ങനെ തുടർന്ന് പോരുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സംരക്ഷണം. എന്നാൽ ആ സംരക്ഷണത്തിലും പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ഏകീകൃതമായ ശൈലിയിലേക്ക് കൊണ്ടുവരാണ് ഉസ്മാൻ ചെയ്തത്. എന്നിട്ടും ഇവിടെ ഹഫ്സ് ഖുർആൻ, വർഷ ഖുർആൻ, ദൂരി ഖുർആൻ, കാലൂൻ ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ഖുർആനുകൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. അപ്പോൾ അവിടെ ശൈലിയിലുള്ള മാറ്റമാണ് എന്ന് പറഞ്ഞിട്ട് ചിലർ പറയാറുണ്ട്. ശൈലി മാത്രമല്ല, അർത്ഥം തന്നെ മാറ്റമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ആശയത്തിൽ ഒരു ആകത്തുക എടുക്കുമ്പോൾ വലിയ മാറ്റമല്ലല്ലോ എന്ന് ആശ്വാസം കൊള്ളാം, അത്രേ ഉള്ളൂ. അതല്ലാതെ വള്ളിപുള്ളി വ്യത്യാസമില്ലാത്ത ഖുർആൻ അല്ലെങ്കിൽ അങ്ങനെ ഖുർആൻ സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ശുദ്ധ കളവാണ്. അങ്ങനെ സംരക്ഷിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും ഏറ്റവും പ്രബലമായ ഹഫ്സ് ഖുർആൻ്റെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് സ്ഥലം, ലിബിയ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഓതുന്ന വർഷ ഖുർആനുണ്ട്. വർഷ ഖുർആനിൽ ശൈലിയിലുള്ള മാറ്റം മാത്രമല്ല ഉള്ളത്, അർത്ഥം നമ്മൾ വെക്കുമ്പോൾ തന്നെ മാറ്റമുണ്ട്. ഹഫ്സ് ഖുർആനാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ ഓതുന്നത്, ഒട്ടുമിക്ക ഭാഗത്തും ലോകത്ത് ഓതുന്നത് ഹഫ്സ് ഖുർആനാണ്. അപ്പോൾ അതും വർഷ ഖുർആനും കമ്പയർ ചെയ്തിട്ട് അവസാനത്തിൽ ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും അത് ശൈലിയിൽ മാത്രമാണോ മാറ്റം, അർത്ഥത്തിൽ തന്നെ മാറ്റം ഉണ്ടോ ഇല്ലെന്ന് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലാണ് സംരക്ഷണം നടന്നിരിക്കുന്നത്. അല്ലാതെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ എത്രത്തോളം ആയത്തുകൾ ഇറങ്ങിയോ അത് തുടക്കം മുതൽ ഒടുക്കം വരെ എടുത്ത് മൊത്തത്തിൽ അങ്ങോട്ട് ക്രോഡീകരിച്ച് അവസാന കാലം വരെ അല്ലെങ്കിൽ ഈ ഒരു കാലം വരെയും കൊണ്ടെത്തിക്കാൻ അള്ളാഹിൻ്റെ റസൂലിനോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹബീബായ അബൂ ബക്കറിനോ പിന്നീട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, ഈ ക്രോഡീകരണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ടാം ഖലീഫ ഉമറിനോ മൂന്നാം ഖലീഫ ഉസ്മാനോ പിന്നീട് തുടർന്ന് വന്ന ഖുർആൻ പരിഷ്കരണക്കാർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ പിന്നെ ബാക്കിയുള്ള പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നഷ്ടപ്പെട്ട് പോയല്ലോ ബാക്കിയുള്ളതൊക്കെ. ആയത്തുകൾ നഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളതൊക്കെ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഒക്കെ നമ്മൾ ഇത്തക്കാൻ വെച്ചിട്ടും മറ്റൊക്കെ നമ്മൾ വായിക്കും. അപ്പോൾ അതാണ് അഹമ്മദ് കോയയോട് പറയാനുള്ളത്. അഹമ്മദ് കോയ 1965 മൂപ്പരാണ് കമൻറ്റ് ചെയ്തത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ആ മഹാത്മാവിന് ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു വഹി മുഖേന എത്തിച്ചു നൽകിയ വിശുദ്ധ ഖുർആൻ അന്ന് മുതൽ എല്ലാ നമസ്കാര വേളയിലും പാരായണം ചെയ്തു വന്ന് റമസാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്തു വരുന്നു. അതിന്നും തുടരുന്നു. പൂർണ്ണമായും പാരായണം ചെയ്തു വന്നു എന്നൊക്കെ പറയണൊക്കെ പിന്നീട് ഹദീസിൽ കൂടിച്ചേർക്കൽ വന്നു അല്ലെങ്കിൽ ബടായി വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഖുർആൻ്റെ ഈ ക്രോഡീകരണ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ. കാരണം ഇറങ്ങിയത് മുതൽ ഒടുക്കം വരെയും കൃത്യമായി അവിടെ പാരായണം ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിൽ തന്നെ പിന്നീട് നമുക്ക് എവിടെ കാണാൻ പറ്റും, തുടർന്നും ഖുർആനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഖുർആൻ്റെ എന്ന് കാണുന്ന ഓർഡർ ഒരു തർക്കമല്ലാതെ നമുക്ക് എവിടെ കാണാൻ പറ്റും, മുഹമ്മദ് നബി മുതലുള്ള ആളുകളിൽ കാണാൻ പറ്റും. എന്നാൽ മുഹമ്മദ് നബിയുടെ അനുയായികളുടെ മുസാഫിൽ വ്യത്യസ്ത തരത്തിലുള്ള ഓർഡറുകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഖുർആനെ എഴുതി വെച്ച ആളുകളിൽ തന്നെ വ്യത്യസ്ത ഓർഡറുകളാണ് ഉണ്ടായിരുന്നത്. അവരെന്നെ മൊത്തത്തിൽ എഴുതി വെച്ചിട്ടില്ല. അവർക്ക് കിട്ടിയത് ഏതൊക്കെയോ അത് അവർ എഴുതി വെച്ചു. അത്ര തന്നെ അത് തന്നെ വ്യത്യസ്തമായ ഓർഡറിലാണ് പലരും എഴുതിയിട്ടുണ്ടായിരുന്നത്. ആരും ഇന്ന് കാണുന്ന ഓർഡറിലല്ല എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന ഓർഡറിലുള്ളൊരു സാധനം ഉസ്മാൻ തന്നെയാണ് കൃത്യമായിട്ട് ഇറക്കുന്നത്. അതിൻ്റെ മുമ്പ് അതിൻ്റെ ഏകദേശ രൂപമായിരിക്കണം അബൂബക്കറിൻ്റെ കയ്യിലുണ്ടായിരുന്നത് എന്ന് തോന്നുന്നു. നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ അബൂബക്കറിന് മുമ്പിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അബൂബക്കർ ക്രോഡീകരിക്കുന്ന ഉമറിൻ്റെ നിർബന്ധ പ്രകാരം അബൂബക്കർ ക്രോഡീകരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് പല സ്വഹാബികളുടെ മുസാഫിലും പല രീതിയിലുള്ള എഴുത്താണ് നമുക്ക് കാണാൻ പറ്റുക. ഈ രീതിയിലുള്ളൊരു ശൈലി കാണാനും പറ്റൂല. പലരുടെ മുസാഫിലും പല സൂറത്തുകളില്ല. ഇന്നില്ലാത്ത പല സൂറത്തുകൾ പലരും ഈ മുസാഫിലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇതൊക്കെ നമുക്ക് തുടർ ചർച്ചകളിൽ കൃത്യമായി തന്നെ എത്തുക്കാനും മറ്റൊക്കെ വായിച്ച് നമുക്ക് പറയാം. ഇതിപ്പോൾ സമയം കുറച്ചധികം ദീർഘിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി കമൻറ്റ് വായിക്കാം. എൻ്റെ ഒരനുഭവം പറയാം. കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ മുസ്ലിം സുഹൃത്ത് എന്നോടും എൻ്റെ യുക്തിവാദിയായ മറ്റൊരു സുഹൃത്തിനോടും ഖുർആൻ എന്തോ വലിയ സംഭവമാണെന്ന് ഇടക്കിടക്ക് പറയും. അങ്ങനെ അവനൊരു പരിഭാഷ കൊണ്ടു തന്നു. അന്ന് ഓൺലൈൻ ഖുർആനൊക്കെ കുറവായിരുന്നു. കാര്യം മനസ്സിലാക്കാൻ വായിച്ച എൻ്റെയും സുഹൃത്തിൻ്റെയും അനുഭവത്തിൽ പല സംശയവും വന്നു.
പ്രത്യേകിച്ച് യുദ്ധസമയമുള്ള ആയത്തുകൾ മറ്റു മതക്കാരെ ഡീല് ചെയ്യേണ്ടത് അവർ അംഗീകരിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത് പാപികളെ ചെലം കുടിപ്പിക്കും. അന്ത്യനാടുകളിലെ ആയത്ത്, അങ്ങനെ ഒരുപാട് സാധനം ഔട്ട്ഡേറ്റഡ് അല്ലേ? ഇത് കമന്റ് ചെയ്യുന്ന ആളെ ചോദ്യം കേട്ടോ. എന്താ അഖിൽ എന്നൊരു ആൾ ചോദിക്കുന്നതാണ്. പലതും കോണ്ടെക്സ്റ്റ് കൂടി നോക്കിയാലേ വേറെ റെഫർ ചെയ്യാതെ മനസ്സിലാകൂ. ഖുർആൻ എന്നെന്നുമുള്ള ജീവിക്കാനുള്ള മാനുവലാണെന്ന് അവന്റെ വാദം അപ്പോൾ തന്നെ തീർന്നു. വെറും ഖുർആൻ വായിച്ചാൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് സാരം. പിന്നുള്ള അവന്റെ വാദം മരുഭൂമിയിലെ ക്രൂരന്മാരായ ഗോത്രങ്ങൾക്ക് ഖുർആൻ വെളിച്ചമായിരുന്നു എന്നാണ്. ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് പലതും എക്സ്ട്രീമായി തോന്നുമെന്നും. ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ മാത്രം പഠിച്ചാൽ തീവ്രവാദിയാകും, എന്നാൽ റെഫറൻസ് കൂടി നോക്കണം എന്ന് അവൻ. അപ്പോ ഇതിൽ തന്നെ പരാജയം. ഇതാണ് ആള് പറയുന്നത്. അതായത് മൊത്തത്തിലുള്ളൊരു വ്യാഖ്യാന സംഭവം ഉണ്ട് ഇതില്. അതായത് ഖുർആൻ ആദ്യം ഇവർ പറയും നിങ്ങൾ ഖുർആൻ ശരിക്കും വായിക്കാത്ത പ്രശ്നമാണെന്ന് പറയും. ഖുർആൻ വായിച്ചാൽ നിങ്ങൾ ഹിദായത്തിക്കാണ് വരും. ഇതാണ് കുറെ ആൾക്കാരുടെ വാദം. അതുകൊണ്ടാണ് അവർ ഖുർആന്റെ പരിഭാഷ നേരിട്ട് വിതരണം ചെയ്യുന്നത്. സാധുക്കളാണ്. എന്നാൽ ഖുർആൻ കൃത്യമായി വായിക്കുന്ന സമയത്ത് ഇതേപോലെ ഇപ്പം ഈ സുഹൃത്ത് പറഞ്ഞ പോലെ കുറെ കൺഫ്യൂഷൻസ് വരും. അത് കൊണ്ട് ചെല്ലുമ്പോൾ അപ്പോൾ ഒരു അല്ല അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ഖുർആൻ മാത്രം വായിച്ചാൽ പോരെ പിന്നെ? അപ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ അതടക്കം എഴുതി വെച്ച തഫ്സീറുകൾ വായിക്കേണ്ടി വരും. അപ്പോൾ തഫ്സീറുകളിൽ ഉള്ള പ്രശ്നങ്ങൾ വേറെ കാണും. അപ്പോൾ അതങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. അവിടെ അവർക്ക് പ്രശ്നം വന്നതാണ്. അവിടെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കരുത് എന്ന് പറഞ്ഞാൽ അടുത്ത വ്യാഖ്യാനം വരും. അങ്ങനെ വ്യാഖ്യാനിച്ചും പിന്നെ രാഷ്ട്രീയപരമായ പിന്തുണകളും ഇതൊക്കെ പാടെ കൂടിയിട്ട് തന്നെയാണ് ഇത്രയും കാലം നിലനിന്നത്. അല്ലാതെ വെറും ഒരു അള്ളാഹുവിൻ്റെ മഹത്തായ അത്ഭുതം കൊണ്ടൊന്നുമല്ല. അങ്ങനെ അത്ഭുതം കൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ക്രോഡീകരണത്തിലുള്ള പരാജയങ്ങളൊന്നും ഉണ്ടാവില്ല. ഓരോ പരാജയങ്ങളെ കുറിച്ചും നമ്മൾ കൃത്യമായി ഇതിൽ പറയും. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ നിങ്ങൾക്ക് അവസരം ഉണ്ട്. തിരുത്തുകളുണ്ടെങ്കിൽ നമ്മളിത് കൃത്യമായി തന്നെ തിരുത്തും. ഇനി അടുത്തൊരാൾ ഖുർആൻ ചവറ്റുകൊട്ടയിലാവാൻ അധിക സമയം വേണ്ട. ഇനി വേറൊരാൾ താജ് ബിന്ദ്. ഖുർആനിൻ്റെ അത്ഭുതം ഇത് തന്നെയാണ്. അവർ ഇതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അതവരെ പിന്തുടരുക തന്നെ ചെയ്യും. ഖുർആൻ്റെ അത്ഭുതമല്ലത്. ഇത് നിങ്ങളും ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കി തീർക്കണ അത്ഭുത. ഇപ്പം ഞാൻ തന്നെ ദർസ് നിർത്തുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന പരിപാടി എൻ്റെ കയ്യിലുള്ള കിതാബുകൾ മുഴുവൻ ഞാൻ ഉസ്താദിന് കൊടുത്ത്, എൻ്റെ കയ്യിലുള്ള ഇസ്ലാമിക് ബുക്കുകൾ മുഴുവൻ ഞാൻ എൻ്റെ നാട്ടിലത്തെ ദർസ് കൊടുത്ത് ഞാൻ ഒഴിവാക്കി വിട്ട്. ഇനി ഇസ്ലാമിനെ കുറിച്ച് ചർച്ചയില്ല, ഈ ഒരു വർത്താനം വേണ്ട. അങ്ങനെ ഞാൻ എൻ്റെതായ ഒരു ലൈഫും കൊണ്ട് പോകാൻ ഒരുപെട്ടിട്ടാണ് ഞാൻ ഇറങ്ങണേ. അങ്ങനെ ഞാൻ എൻ്റെതായ ഒരു ജീവിതമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ സ്റ്റോറിയൊക്കെ ഇടും. ആ സ്റ്റോറി ഇടുകയാണെങ്കിൽ തന്നെ അതിൽ പ്രത്യേകിച്ച് നേരിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ത്രീകളെ ഒരു മീമായിരുന്നു, സ്ത്രീകളെ ദേവിയായി കാണുന്ന ഇടം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നതും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ ഒരു ഭാഗത്ത്. മറ്റേ ഭാഗത്ത് സ്ത്രീകളായി കാണുന്ന ഇടം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡെവലപ്ഡ് ആയ കൺട്രീസും അവിടെ സ്ത്രീകളുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നതും അവർ സേഫാണ്, അവർ നല്ല ലൈഫാണ് ജീവിക്കുന്നതെന്നൊക്കെ ആയിട്ടുള്ള ഒരു മീം. ഇത് ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് എനിക്ക് കമൻറ്റ് അല്ല എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പം മുസ്ലിം സ്ത്രീകളെ കാര്യം എന്താ പറയാത്ത? ഇതാണ് മൂപ്പരെ കൺസേൺ. ഈ രീതിയിൽ ഇതൊരൊറ്റ എക്സാമ്പിൾ. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അതും പലരും ദർസിലിൻ്റെ കൂടെ പഠിച്ചവരൊക്കെയാണ്. അപ്പോൾ അവരിതൊക്കെ കാണുന്ന സമയത്ത് അവരെല്ലാവരും മതത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കാണുന്ന ആൾക്കാർ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാൻ ജാഹിലാണ്, ഞാൻ എനിക്ക് വേറെന്തോ സംഭവിച്ചു. അപ്പോൾ ആ രീതിയിലുള്ള പരിഹാസങ്ങളും കുത്തുവാക്കുകളൊക്കെ ഇവരുടെ അടുത്തുനിന്നും ഇവരെ പോലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി. അവരുടെ ജഡ്ജ്മെൻറ്റ് വരാൻ തുടങ്ങി, ചൊറിയൽ വരാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഞാൻ ഇവരിങ്ങനെ നിരന്തരമായി ഇവർ ചോദ്യം ചെയ്യാനും എന്നെ ചൊറിയാനൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് പിന്നെ വീണ്ടും ഇത് എടുക്കേണ്ട അവസ്ഥ വരികയാണ്. അതായത് ഞാൻ എന്തുകൊണ്ട് ഇത് ഒഴിവാക്കി, ഞാൻ ഇത് ഒഴിവാക്കാൻ കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ സാധനങ്ങൾ ഈ പറയുന്ന ഞാൻ ഒഴിവാക്കിയിട്ട ഖുർആനും ഹദീസൊക്കെ എനിക്ക് എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഈ അത്ഭുതം ഉണ്ടാക്കുന്നത് ആരാണ്? നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ്, അല്ലാതെ ഖുർആൻ ഉണ്ടാക്കുന്ന അത്ഭുതം ഒന്നല്ല. നിങ്ങൾ ഈ പരിപാടി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു യൂട്യൂബിൻ്റെ മേഖലയ്ക്ക് തന്നെ വരില്ല. വയ്യാമാൻ ഇൻഫിഡൽ എന്ന് പറയുന്ന ഒരു വീഡിയോയുമായി യൂട്യൂബ് ലോകത്തേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥയേ ഉണ്ടാകില്ലായിരുന്നു നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ ചൊറിച്ചിൽ ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും താജിനോട് പറയാനുള്ളത്, കേൾക്കണുണ്ടെങ്കിൽ കേട്ട് പോയിക്കോ. പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉള്ളതോ ഇല്ലാത്തതോ ഒന്ന് അന്വേഷിച്ചോ.
ഇനി ഞാൻ പറയുന്നതിൽ തെറ്റ് കണ്ടാൽ അത് തിരുത്താനും മറക്കണ്ട. അതേ എന്നോട് പറയാനുള്ളൂ കേട്ടോ. അതല്ല വെറുതെ ചൊറിയാനാണെങ്കിൽ ചൊറിഞ്ഞോ, അതായിരിക്കും എൻ്റെ ഒരു പ്രകൃതി എന്നുള്ളത്. പിന്നെ പ്രകൃതി നമുക്ക് തിരുത്താൻ കഴിയില്ലല്ലോ. മറ്റേ അബൂബക്കറിന്റെ ഒരു കഥയായിട്ടും അതേപോലെ കുമ്മനം ഏതോ സ്വാമിന്റെ കഥയായിട്ടൊക്കെ പറയുന്നൊരു കഥയിലില്ലേ, തേള് കുത്തിക്കൊണ്ടേയിരിക്കും, അത് അതിന്റെ പ്രകൃതി ആയതുകൊണ്ടാണ്. അതേപോലെ ഈ ചൊറിച്ചിൽ നിങ്ങൾ കുറേ മുസ്ലിംസിന്റെ ഒരു അസുഖമാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യി, അതല്ലാതെ ഇപ്പം നമുക്ക് എന്താ പറയാ, നമ്മളൊന്നും പറയണില്ല. ഏതായാലും പിന്നെ അപ്പോൾ മൂപ്പരിങ്ങനെ പറയാണ് എന്ത്, കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. പൊട്ടക്കെറ്റിലെ തവളയാണ്, നിന്റെ ചുറ്റും നോക്കി ഇസ്ലാം തകർന്നെന്ന് വിചാരിച്ച് പുളകം കൊള്ളും, പുതിയ കാല അബൂജാഹിലുകളാണ് നീയൊക്കെ, വെറും കോമാളികൾ. മൂപ്പരിങ്ങനെ ആശ്വാസം കൊള്ളുക എന്നല്ലാതെ എന്താ ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ ആശ്വാസം കൊള്ളലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്ലാം അജയ്യമാണ്, ഇസ്ലാമിലേക്ക് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ എന്താ ലോകമാകെ പല പണ്ഡിതന്മാരും അതുപോലെ ഇവിടെ മലയാളികളായ കുറേ പണ്ഡിതന്മാരൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഒരുപാട് ചെറുപ്പക്കാർ ഈമാനില്ലാതായി മാറാണ്, മറ്റുള്ള തൊരീക്കത്തിലാണ്, ഇവരെ തൊരീക്കത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് തൊരീക്കത്ത്? മുർത്തദ്ദുകളെ പേരാ പറയണം, മുർത്തദ്ദുകളുടെ തൊരീക്കത്തിലാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുറേ ആൾക്കാരെന്നൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുക. അത് തലച്ചോറുകൊണ്ട് ചിന്തിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഹൃദയം കൊണ്ടാണ് ചിന്തയെങ്കിൽ എനിക്കൊന്നും പറയാനല്ല കേട്ടോ. അതും പരിണാമം വഴി പരിണമിച്ചുണ്ടായ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോഴുള്ളൂ മനസ്സിലാവുക ഇവിടെ പണ്ഡിതന്മാർ, മലയാളികളായ പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് അവിശ്വാസികളായി മാറുന്നതിൻ്റെ ബേജാറ് പങ്കുവെക്കുന്നത്, ലോകമാകെയുള്ള പല പണ്ഡിതന്മാരും പങ്കുവെച്ചെന്നൊക്കെ ഉള്ളത്. അങ്ങനെ പങ്കുവെച്ചിരുന്നോ? ഇനിയിപ്പോൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പങ്കുവെച്ചിരുന്നോ എന്ന് ചിന്തിക്കുകയും അതിനെ അന്വേഷിക്കുകയും ചെയ്യുക ഒരു പരിണാമം വഴി രൂപപ്പെട്ട തലച്ചോറുണ്ടെങ്കിലാ. അതല്ല കളിമണ്ണ് കൊണ്ടുണ്ടായ ഹൃദയത്തിലാണ് ചിന്തയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യമായിട്ടൊന്നും മനസ്സിലാവാൻ പോണില്ല എനിക്ക്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇജാ കളിമണ്ണിൻ്റെ കൽബ് കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കും സഹോദര, അതേ പറയാനുള്ളൂ. ഇനി എന്താ, അപ്പോൾ താജിൻ്റെ ചൊറി. ഇനി അത് കഴിഞ്ഞ് അടുത്ത കമൻറ്റ്, ഇത് കുറേ കമൻറ്റുകളുണ്ട്, ഇതിപ്പോൾ കുറേ സമയത്തും ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച കമൻറ്റിലേക്ക് ഒന്ന് പോയക്കട്ടെ. ഇൻഫിഡൽ പറയുന്ന കള്ളം, ഇത് മുഹമ്മദ് അനസ് എന്ന് പറയുന്ന ആൾ പറയാണ്, അന്നത്തെ ഖുർആൻ എന്ന് പറഞ്ഞത് വെറും പാരായകരായിരുന്നു, ഇന്നത്തെ പോലെ ആഫിലുകളല്ല. ഇന്നത്തെ പോലെ ആഫിലുകളല്ല എന്നങ്ങോട്ട് തീർത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാൽ അതിന് സാധ്യത കുറവാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ രീതിയിലുള്ള പ്രയോഗങ്ങളില്ല. അതിനാൽ ആരും ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠം ചെയ്തിരുന്നില്ല. ഇത് ഭാഷയെ തെറ്റായി വായിച്ചതാണ്. അറബിയിൽ ഖുർആൻ എന്നത് പാരായകർ മാത്രമല്ല, ഖുർആൻ മുഴുവൻ മനഃപ്പാഠം ചെയ്തവർ എന്നും അർത്ഥമാക്കാറുണ്ട്. അതിന് അസർ, ഹദീസ്, ആയത്ത് ഇതിന്ന് തെളിവ് കൊണ്ടുപോവാ. അല്ലാതെ ഇബ്നു ഹജർ പറഞ്ഞതും, ഇബ്നു ഹജറൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ട് വരുന്നത്, ഇബ്നു ഹജർ പിന്നെ പറയേണ്ടത് എന്ത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ ഇബ്നു ഹജർ പറയേണ്ടത്. അത് ഇബ്നു ഹജർ പറയുന്നത് ഷഹീദ് സാക്ഷി എന്ന് പറയുമ്പോൾ ആ സാക്ഷിക്ക് ഇങ്ങനെയൊക്കെ യോഗ്യത എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്നു ഹജർ പറയുന്നുണ്ട്. അങ്ങനത്തെ വ്യാഖ്യാനങ്ങളെ കാര്യമല്ല. നിങ്ങൾ വ്യാഖ്യാനങ്ങൾ എടുക്കണം എന്ന് പറയണം, നിങ്ങൾ തന്നെ വ്യാഖ്യാനങ്ങൾ എടുത്ത് ഞങ്ങൾ പറയുമ്പോൾ അവിടെ എടുക്കൂല എന്ന് നിങ്ങൾ തന്നെ പറയലുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും നിങ്ങൾ അസർ, ഹദീസ്, ആയത്ത് അതിന് വല്ലതും കൊണ്ടുവരികയാണ്, അന്ന് ഖുർആൻ മനപ്പാടാക്കിയ ആൾക്കാരുണ്ട് എന്നുള്ള സംഗതി കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ. അവിടെ ഞാൻ പറയുന്ന വാദം ഇതാണ്, ഖുർആൻ ഇറങ്ങിയത് മുതൽ അവസാനം വരെ, മുഹമ്മദ് നബി മരിക്കുന്ന വരെയുള്ള ആ ഒരു ആയത്തുകൾ മൊത്തത്തിൽ കൃത്യമായി മനപ്പാഠമാക്കുകയും കൃത്യമായി അത് അത്ര തന്നെ മുഴുവനായി എഴുതി വെക്കുകയും ചെയ്ത ഒരു സ്വഹാബി ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഉസ്മാൻ ഇറക്കിയതായ ഇന്നത്തെ ശൈലിയിലുള്ള ആ ഒരു മുസ്ഹഫ്, ആ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ആ ശൈലി, അതിൽ പറയുന്ന ആയത്തുകൾ, അത് ആ ഒരു ശൈലിയിൽ മനപ്പാഠമാക്കിയ ഒരു സ്വഹാബിയും ഇല്ല. ഈ രണ്ടെണ്ണമാണ് എനിക്ക് അവിടെ കൃത്യമായി പറയാനുള്ളത്. അപ്പോൾ അവിടെ പറഞ്ഞ ഖുർആൻ എന്നതിന് ഈ രീതിയിൽ ഇന്നീ കാണുന്ന ഹാഫിലിന് ഏറ്റവും ഒരു ബന്ധമില്ല. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഇനി അതല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരുണ്ടെങ്കിൽ ആ എതിരായിട്ടുള്ള തെളിവുകൾ വെറും തൊള്ളപടായല്ല, അസർ, ഹദീസ്, ആയത്ത് ഇതിന്നുണ്ടെങ്കിൽ കൊണ്ടുവരും. ഇനി മൂപ്പര് പറയണേ, യമാമ യുദ്ധത്തിൽ മരിച്ച 70 ഹാഫിലുകൾ തന്നെയാണ് 70 ഖുർആൻ എന്ന ഉദ്ധരണിയിൽ പറയുന്നത്. അതിന് എന്താണ് എൻ്റെ തെളിവ്? അതാണ് ചോദ്യം. അതായത് അന്നത്തെ സമൂഹത്തിൽ പൂർണ്ണ ഖുർആൻ മനഃപ്പാഠം ചെയ്തവർ ഏറെ ഉണ്ടായിരുന്നു. പൂർണ്ണ ഖുർആൻ എന്നുള്ളത് എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ഹാഫിലുകൾ ഉണ്ടായിരുന്നില്ല എന്നത് ഒരു കള്ളപ്രചാരണമാണ്. ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഹാഫിലുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അല്ല നോണയാണെങ്കിൽ അത് തെളിയിക്കണം. ഇനി ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫിഡൽ പറയുന്ന കള്ളം അടുത്ത് 2, ഖുർആൻ സ്വയം സംരക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ട് പിന്നെ ഉമർ, അബൂബക്കർ ഖുർആൻ ശേഖരിച്ച് ദൈവത്തെ അവിശ്വസിച്ചതിനാലാണ്. അവിശ്വസിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല, ഓർക്ക് വിശ്വാസം കുറച്ചിങ്ങോട്ട് കമ്മി കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നത്.
കാരണം അതല്ലെങ്കിൽ അവർ അള്ളാഹ്ക്കാണ് വിട്ടാൽ മതിയല്ലോ. എന്നാൽ മൂപ്പര് പിന്നെ ബാക്കി പറയുന്നുണ്ട്, ഇത് പടച്ചവൻ പറഞ്ഞ തെറ്റായി വായിച്ചാണ്. പടച്ചവൻ എന്താ പറഞ്ഞത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാമാണ് ഈ ദിക്റിനെ ഇറക്കിയ ആള്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം തന്നെയാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ സംരക്ഷിക്കും എന്ന് പറഞ്ഞത് മനുഷ്യരൊന്നും ചെയ്യാതെ സംരക്ഷിക്കുന്നല്ല, മനുഷ്യരുടെ പ്രവൃത്തികളിലൂടെ സംരക്ഷണം നടക്കുന്നതാണ്. അതെനക്ക് എവിടുന്ന് കിട്ടിയെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതെനക്ക് എവിടുന്ന് കിട്ടിയേ. രണ്ടാമത്തെ ചോദ്യം, എന്നിട്ട് സംരക്ഷണം ഫുള്ളായോ? എന്നിട്ട് മനുഷ്യരിലൂടെയുള്ള സംരക്ഷണം കൃത്യമായി നടന്നോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. നടന്നിട്ടില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി ഉദാഹരണത്തിന് പ്രവാചകൻ തന്നെ വഹികൾ എഴുതി വെച്ചിരുന്നു. ഖലീഫാക്കൾ തന്നെ, അത് ഖുലഫാക്കൾ തന്നെ അത് ഒറ്റ ഗ്രന്ഥമായി കൂടിച്ചേർത്ത് ഭാവിക്കായി സംരക്ഷിച്ചു. അതിനാൽ ഉമറിന്റെ അബൂബക്കറിന്റെ നടപടി പടച്ചവന്റെ വാഗ്ദാനത്തെ നിരസിച്ചതല്ല, നടപ്പാക്കിയതാണ്. മുഹമ്മദ് നബി എഴുതി വെച്ച വഹി അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്തുകാണ്ട് എഴുതി വെക്കുന്നല്ല അബൂബക്കറും ഉമറും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എത്ര സിമ്പിളാണ്. ഇത് പലയിടത്തായിട്ട് ചിതറി കിടക്കഴിഞ്ഞു മുഹമ്മദ് നബി എഴുതിപ്പിച്ചത്. അതന്നെ കംപ്ലീറ്റ് ആയിട്ട് അവൈലബിളും ആയിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ കിട്ടിയതൊക്കെ പാടെ അബൂബക്കർ ഉമറും കൂടി എഴുതി വെച്ച്, പിന്നെ അത് ഉസ്മാന്റെ കാലത്ത് ഒന്നും കൂടി ക്രോഡീകരിച്ചെടുത്ത്, അങ്ങനെയൊക്കെ ഉണ്ടായത്. അല്ലാതെ മൊത്തമായ ഒരു ശൈലി, മൊത്തമായി പൂർണ്ണമായി അവൈലബിൾ ആകുന്ന ഒരു ശൈലിയിൽ മുഹമ്മദ് നബി എഴുതി വെപ്പിച്ചിട്ടില്ല. ഇനി ഇനി ഞാൻ പറയുന്നൊക്കെ എതിരുണ്ടെങ്കിൽ അത് തെളിവ് ഹാജരാക്കിയാലും ഞാൻ സ്വീകരിക്കൂട്ടോ, ഞാൻ തിരുത്തും. ഇനി ഇൻഫിഡൽ പറയുന്ന കള്ളം 3, അവസാനമായ ഒരു ആയത്ത് 2 പേരിൽ നിന്ന് മാത്രം കിട്ടി. ഞാൻ പറഞ്ഞത് ഒരാളിൽ നിന്ന് മാത്രം കിട്ടി എന്നുള്ളതാണ്. എന്നാൽ അത് പിന്നെ ഉസ്മാൻ അത് പറയുന്നുണ്ട്, ഞാനും അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഉസ്മാൻ ആ ആയത്ത് അതുവരെ ഈ പറയുന്ന ഞാൻ ആ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ ആ സ്വഹാബി വരും വരെ ഉസ്മാൻ അതിനെക്കുറിച്ച് മുണ്ടിയിട്ടില്ല. അപ്പോൾ 2 പേരിൽ നിന്ന് മാത്രം കിട്ടി. അതിനർത്ഥം മറ്റാർക്കും അത് അറിയാമായിരുന്നില്ല. അതിനാൽ ഖുർആൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടതാവാം എന്ന്. പച്ചക്കള്ളം പറയുന്ന നമുക്ക് ഇത് വാചകത്തിൻ്റെ അർത്ഥം തെറ്റായി വായിച്ചതാണ്. ലം അജിദ്ഹ മഅ അഹദുൻ ഗൈരിഹി എന്ന് ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ എഴുത്ത് സാക്ഷ്യം മറ്റൊരാളോട് ഇല്ലായിരുന്നു എന്നർത്ഥം. അപ്പോൾ എഴുത്ത് സാക്ഷിയാണ് ഇല്ലാത്ത ബാക്കിയൊക്കെ ഉണ്ടെന്നു. അവരിൽ പലർക്കും ആയത്ത് മനഃപ്പാഠമായി അറിഞ്ഞിരുന്നതായിരുന്നു. പക്ഷേ സെയ്ദ് ശേഖരിച്ചത് ഓർമ്മ മാത്രം ആശ്രയിച്ചല്ല, എഴുത്തും സാക്ഷ്യവും കൂടി ഉപയോഗിച്ച്. അതായത് ആ ആയത്ത് അവരിൽ ഒരാളുടെ എഴുത്തിൽ മാത്രം കിട്ടിയതെങ്കിലും അത് മറ്റുള്ളവർ ഓർത്തിരുന്നതായി സ്ഥിരീകരിച്ചു. അതിനാൽ 2 പേരിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. പറയുന്ന വാസ്തവത്തിൽ അത് എഴുത്ത് സാക്ഷ്യം മാത്രമാണ് പരിമിതമായിരുന്നത്, ആയത്തല്ല. തെളിവുകൊണ്ടുവാ. അത് അവിടെ ഉദ്ദേശിക്കുന്നത് എഴുത്തും കൂടിയും കിട്ടിയെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഇഫ്ലു മാത്രമല്ല, അല്ലെങ്കിൽ അവൾക്ക് മനപ്പാടാക്കിയ മാത്രമല്ല എന്നൊക്കെയല്ലേ പറ്റി പറയണേ. അങ്ങനെയാണെങ്കിൽ തെളിവുകൊണ്ടുവാ. ഇവിടെ ഞാൻ പറഞ്ഞ സെയ്ദ് പറഞ്ഞതിൻ്റെ വെച്ച് ഞാൻ പറഞ്ഞതിനെതിരായിട്ടാണ് സംഭവമെങ്കിൽ തെളിവ് കൊണ്ടുവരിക. അല്ല വെറുതെ എങ്ങനെ അതും ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല. ഏതായാലും ഇനി ബാക്കി കമൻറ്റുകൾ, കുറച്ചധികം കമൻറ്റുകളുണ്ട്. നമുക്ക് കമൻറ്റുകൾക്കായിട്ട് സെക്ഷൻ ചെയ്യേണ്ടി വരുമെന്ന് ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴാണ്. ഞാൻ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാതെ ഒന്നിച്ച് ഒരു എപ്പിസോഡിൻ്റെ പ്രിപ്പറേഷനും പിന്നെ അതുപോലെ കമൻറ്റിന് മറുപടി പറയലും കൂടി ഒന്നിച്ച് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഇരുന്നത്. എന്നാൽ ഇത് കമൻറ്റിന് മറുപടി പറയൽ മാത്രമാകുമ്പോൾ തന്നെ ഒരുപാട് ദീർഘിച്ച് പോവാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമായിട്ട് ഇനി സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഖുർആന് ക്രോഡീകരിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഇത്ഖാനെ അവലംബിച്ച് ഇനി ഈ പറയുന്ന റിപ്പോർട്ടോ അല്ലെങ്കിൽ അതിലേക്കുള്ള സൂചനയ്ക്ക് എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ ഇത്ഖാനിൽ തന്നെ സമാൻ അഷ്റ എന്ന് പറയുന്ന 18ാമത്തെ ഭാഗം, 18ാമത്തെ ഭാഗത്തിൽ ഫി ജംഇഹി വ തർതീബിഹി എന്ന് പറയുന്ന ഇത്ഖാനിൻ്റെ, ഞാൻ വായിക്കുന്ന ഇത്ഖാനിലെ 126 മുതലുള്ള പേജുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ ഇനി ഞാൻ വായിക്കാൻ പോകുന്ന ഒരു റിപ്പോർട്ടിൽ വറവ ഇബ്നു ശിഹാബ് അന്ന അനസ് ബിൻ മാലിക് ഹദ്ദസഹു, അനസ് ബിൻ മാലിക് പറഞ്ഞു അന്ന ഹുദൈഫത്ത് ബിനുൽ യമാനി ഖദിമ അല ഉസ്മാൻ. ഹുദൈഫത്തുൽ യമാനി എന്ന് പറയുന്ന ആൾ ഉസ്മാൻ്റെ അടുത്തേക്ക് വന്നു. വകാന യുഗാസി അഹ്ലു ശ്യാം ഫി ഫതഹി അർമേനിയ വ അസർബൈജാൻ മാ അഹ്ലി ഇറാഖ്. ഇറാഖുകാരോട് കൂടി അസർബൈജാനിലും അർമേനിയയിലൊക്കെ അയാൾ യുദ്ധം ചെയ്തിരുന്നു. ഫഅഫ്സ ഹുദൈഫ ഇഖ്തിലാഫിഹിം ഫി ഖിറാ. അപ്പോൾ ഈ ഇറാഖുകാരുടെ ഖിറാത്തിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ ഇയാളെ പേടിപ്പിച്ചു. ആരെ? ഹുദൈഫയെ പേടിപ്പിച്ചു. ഫഖാല ഹുദൈഫ ലി ഉസ്മാൻ. അപ്പോൾ ഉസ്മാനോട് ഹുദൈഫ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അദ്രിക ഹാദിഹിൽ ഉമ്മ ഖബ്ല അൻ യഖ്തലിഫു അലൽ കിതാബി ഇഖ്തിലാഫിൽ യഹൂദി വൻ നസ്വാറ.
ഈ ഉമ്മത്തിന് നിങ്ങളൊന്ന് അവർക്ക് അവബോധം ഉണ്ടാക്കണം എന്ത് കാര്യത്തിൽ, ഖുറാന്റെ കാര്യത്തിൽ. കാരണം എന്താ, അല്ലെങ്കിൽ അവർ കിതാബിന്റെ കാര്യത്തിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഭിന്നിച്ച പോലെ ഭിന്നിക്കും എന്ന് ഉസ്മാനോട് പറഞ്ഞു. ഫാർസല ഉസ്മാൻ ഇല ഹഫ്സത്തിൻ. എന്നിട്ട് അപ്പോൾ ഉസ്മാൻ എന്ത് ചെയ്തു, ഹഫ്സയിലേക്ക് ആളയച്ചു. അൻ അർസലി ഇലൈന ബിസ്വഹ്ഫി നൻസഹ്വ ഫിൽ മസ്വായിഫ്. അതായത് ഹഫ്സനോട് പറഞ്ഞു ആ ഒരു മുസഫിനെ, അതായത് ഏത് മുസഫ്, അബൂബക്കർ ക്രോഡീകരിച്ച മുസഫിനെ, ആ മുസഫിനെ ഞങ്ങളിലേക്ക് നീ അയച്ചു തരണം, ഞങ്ങൾ അയച്ചു തരണം. സുമൻ റുദ്ദുഹായിലേക്ക്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ അയച്ചു തരാം, ഞങ്ങളത് രേഖപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾക്ക് അയച്ചു തരാം, പകർത്തിയതിനു ശേഷം നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞു. ഫ അർസലത്ത് ബിഹ ഹഫ്സ ഇല ഉസ്മാൻ ഫ ഉമിറ സെയ്ദ് ബിൻ സാബിത്ത് വ അബ്ദുല്ലാഹി ബിൻ സുബൈർ വ സഈദ് ബിൻ ആസ് വ അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് ബിൻ ഹിഷാം. അപ്പോൾ ഈ പറയുന്ന ഹഫ്സ എന്ത് ചെയ്തു, ഹഫ്സ അവർക്ക് ഖുർആൻ അയച്ചു കൊടുത്തു. എന്നിട്ട് ഉസ്മാൻ എന്ത് ചെയ്തു, ഉസ്മാന് സെയ്ദ് ബിൻ സാബിത്തിനോടും അബ്ദുല്ലാഹി ബിൻ സുബൈറിനോടും സയ്യിദ് ബിൻ ആസിനോടും അബ്ദുറഹ്മാൻ ബിൻ അർസനോടും അർസ് ബിൻ ഹിഷാമിനോടൊക്കെ പറഞ്ഞത്, നിങ്ങൾ അതിനെ ഫനസഹൂഹ ഫിൽ മുസാഫ്, നിങ്ങൾ അതിനെ ക്രോഡീകരിച്ച ഒരു മുസാഫിലായിട്ട് എഴുതണം. വക്കാല ഉസ്മാൻ ലിർ റഹത്തിൽ ഖുറശീന സലാസ. എന്നിട്ട് ഖുറൈശികളോട് പറഞ്ഞു, ഖുറൈശികളുടെ സംഘത്തിനോട് പറഞ്ഞു, ഇദാ ഇഖ്തലഫ്തും അൻതും വസയ്യിദ് ബിൻ സാബിത്തും ഫി ഷൈഇൻ മിനൽ ഖുർആൻ, നിങ്ങൾ ഖുർആന്റെ ശൈലിയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഭിന്നിച്ചാൽ ഫക്തബൂഹു ബിലിസാനി ഖുറൈശ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഖുറൈശികളെ ശൈലിയിൽ എഴുതണം. അപ്പോൾ പലതരം ശൈലികളായി മാറി. അതുകൊണ്ട് തന്നെ അവിടെ ഇതിൽ ഭിന്നിക്കുമോ ആളുകൾ, മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നിക്കുമോ എന്ന് ഈ ശൈലികളിലുള്ള വ്യത്യാസം കൊണ്ട് ഹുദൈഫ സംശയിച്ചു പോയി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്ത്, നിങ്ങൾ ഏതെങ്കിലും ആയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വന്നാൽ, ശൈലിൻ്റെ കാര്യത്തിൽ സംശയം വന്നാൽ നിങ്ങൾ ഖുറൈശികളെ ശൈലിയിലാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. ഫർസല ഇലാ കുല്ലി ഫുഖൈൻ അല്ല ഇദഖ്തലഫ്തും അൻതും വസയ്യിദ് ബിൻ സാബിത്ത്, സെയ്ദ് ബിൻ സാബിത്ത് നിങ്ങളും അഭിപ്രായത്തിലായാൽ ഫി ഷൈഇൻ മിനൽ ഖുർആൻ ഫക്തബൂഹു ബിലിസാനി ഖുറൈശ്, അപ്പോൾ നിങ്ങൾ ഖുറൈശികളുടെ ഒരു ഖുറൈശികളെ ശൈലിയിൽ വേണം എഴുതാൻ. ഫഇന്നമാ നസല ബിലിസാനി ഫഫഅലു ഹത്താ ഇദാ നസഖു സുഹ്ഫ ഫിൽ മസായിഫി റദ്ദ ഉസ്മാൻ സുഹ്ഫ് ഇലാ ഹഫ്സ. അപ്പോൾ ഞാൻ ഇതിൽ വഹമിയത്തുൽ ഇസ്ലാമിൽ കൊടുത്ത ആ ഒരു റിപ്പോർട്ട് അങ്ങനെയും, പിന്നെ അതുപോലെ അതുമായി അനുബന്ധിച്ചുള്ള ഇത്കാലിലുള്ളത് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കിയിട്ട് അത് ഉറപ്പ് വരുത്താം, അതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്താം. അപ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായത്, ഉസ്മാൻ ഇവരോട് ഇത് പകർച്ചെഴുതാൻ കൽപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് ഫക്തബൂഹു ബിലിസാനി വഇന്നമാ നസല ബിലിസാനി ഫഫഅലു. അപ്പോൾ എന്താണ്, നിങ്ങൾ സെയ്ദ് ബിൻ സാബിത്തും നിങ്ങളും തമ്മിൽ, എഴുത്തുകാരോട് പറയണം, നിങ്ങളും സെയ്ദ് ബിൻ സാബിത്തും തമ്മിൽ എന്തെങ്കിലും തർക്കം വന്നാൽ, ഖുറാന്റെ കാര്യത്തിൽ തർക്കം വന്നാൽ നിങ്ങൾ അത് ഖുറൈശികളെ ശൈലിയിൽ എഴുതുക. സെയ്ദ് ബിൻ സാബിത്ത് പറയുന്ന ഖുറൈശികളുടെ ശൈലിയിലാണ് എഴുതേണ്ടത്, കാരണം ഖുറൈശികളുടെ ശൈലിയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന്. ഫഇന്നമാ നസല ബിലിസാനിഹിം, കാരണം ഈ ഒരു ഖുർആൻ അവതരിച്ചത് ആ ഒരു ശൈലിയിലാണ്, ഖുറൈശികളുടെ ശൈലിയിലാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മനസ്സിൽ വരുന്നുണ്ടോ? മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ, അയാളുടെ ഭരണകാലത്ത് അത് പറയുന്നത്, മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അല്ലേ, സബ്അത്തി അഹ്റുഫിൻ, 7 ശൈലികളിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടതെന്ന് മുഹമ്മദ് നബി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇവിടെ ഈ ഒരു ശൈലി? കാരണം ഖുർആൻ ഇറക്കപ്പെട്ടത് ഖുറൈശികളുടെ ശൈലിയിലാണെന്ന് പിന്നെ എങ്ങനെ ഉസ്മാൻ പറയുന്നത്? അപ്പോൾ ഈ 7 ശൈലി എന്നുള്ളത് അത്ര പ്രബലമായി അവിടെ അറിയപ്പെട്ടിട്ടില്ല. ആ സന്ദർഭവും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക വിമർശകർ പറയുന്ന പോലെ അതിൽ കഴമ്പുള്ള പോലെ തോന്നുന്നു. എന്താണ് വിമർശനം? മുഹമ്മദ് നബിയുടെ അടുക്കൽ ഖിറാഅത്തുകളിലുള്ള വേരിയേഷൻസ് വന്ന സമയത്ത് അവർ പറയുന്ന കാര്യത്തിൽ തെറ്റുണ്ടോ? അത് മുഹമ്മദ് നബി, അവിടെയുള്ള സാധ്യത ഇതാണ്, ഒന്നുകിൽ മുഹമ്മദ് നബി ഓതിക്കൊടുത്തത് അവർ ഓതുന്നതാണോ, അതല്ലെങ്കിൽ അവരുടെ ശൈലിയിൽ അവർ ഓതുന്നതാണോ, മുഹമ്മദ് നബിക്ക് കൺഫ്യൂഷൻ വന്നിരിക്കാം. അപ്പോൾ മുഹമ്മദ് നബി 7 ശൈലിയിലായിട്ട് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സംഗതി തടി വരാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം എന്ന് വിമർശകർ പറയാറുണ്ട്. ആ ഒരു സാധ്യതക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ 7 ശൈലിയിൽ ഇറങ്ങിയെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടും ആ 7 ശൈലിയിലും ഖുർആൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രത മുഹമ്മദ് നബി കാണിച്ചത് എവിടെയും കാണാൻ കഴിയില്ല. തുടർന്ന് പിന്നീട് അബൂബക്കർ ആകട്ടെ, പിന്നീട് ഉമർ ആകട്ടെ, ഉസ്മാൻ ആകട്ടെ, ആരാണെങ്കിലും ക്രോഡീകരിച്ചതിലോ ക്രോഡീകരിക്കാൻ പറഞ്ഞതിലോ ഈ 7 ശൈലി നിലനിർത്താൻ, ഖുർആൻ 7 ശൈലിയിൽ അള്ളാഹ് ഇറക്കിക്കണമെങ്കിൽ ആ 7 ശൈലിയിൽ തന്നെ നിലനിർത്തണ്ടേ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാമാണ് ഈ ദിക്റിനെ ഇറക്കല്, വഇന്നാ നഹ്നു ലഹാഫിളൂൻ, നിശ്ചയമായി നാമാണ് ഇതിനെ സംരക്ഷിക്കുന്നവനെന്നാണ്. അപ്പോൾ ഇറങ്ങിയ പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 7 എങ്ങനെയാണോ ഇറക്കിയത് അങ്ങനെ തന്നെ നിലനിൽക്കണ്ടേ.
അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ 7 രൂപത്തിൽ ഉണ്ട് എന്നുള്ളത് അന്ന് എന്തോ ഒരു ഇതിലങ്ങോട്ട് പറഞ്ഞതാണ് മുഹമ്മദ് നബീനെ മനസ്സിലാക്കാൻ നിവർത്തിയുള്ളൂ. ഇനി ഇതിന് നിങ്ങളതായ ജമ ഉണ്ടാകും. അതായത് മുസ്ലിങ്ങളെ കുറേ ഇപ്പോൾ ഈ ഹദീസുകളും അസറുകളും അതുപോലെ ആയത്തുകളൊക്കെ തമ്മിൽ വൈരുദ്ധ്യങ്ങളുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക, മുസ്ലിം പണ്ഡിതർ അവരുടേതായ രീതിയിലാണ് ജം ചെയ്യും. അതിന് മുമ്പത്തെ അസറിലോ ഹദീസിലോ അല്ലെങ്കിൽ പ്രബലമായ തെളിവൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അവരെന്ത് ചെയ്യും, അവരുടേതായ ഒരു അഭിപ്രായത്തിൽ ഇത് അങ്ങോട്ട് ജം ആക്കും. ജം ആക്കെന്ന് പറഞ്ഞാൽ അവരുടേതായ ഒരു അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നെന്നൊക്കെ ഒരു വ്യാഖ്യാനം കൊടുക്കും. അങ്ങനെ ഇതിനെ ബന്ധിപ്പിച്ചുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കും. അതിനാണ് ജം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ മുർത്തദ്ദാക്കും അത് ജം ചെയ്യാലോ അവിടെയുള്ള സാധ്യതകൾ വെച്ചിട്ട്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഇവിടെ വ്യക്തമാണ് മുഹമ്മദ് നബി അവിടെ ജബ്ബാർ മാഷാണ് തോന്നുന്നൊരു വീഡിയോയിൽ പറഞ്ഞത്, അത് മുഹമ്മദ് നബി തടിയൂരാൻ വേണ്ടി പറഞ്ഞതാണ്. ഖുർആൻ അതുവരെ ഉമർ കേട്ട ഒരു ശൈലി, ആ ശൈലി വ്യത്യസ്തമായി മറ്റൊരാൾ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ അയാളെ പിടിച്ച് മുഹമ്മദ് നബീൻ്റെ അടുത്തേക്ക് കൂടുന്നതാണ് പരാതിയായിട്ട്. ആ സമയത്ത് മുഹമ്മദ് നബിക്ക് ഒരുപക്ഷെ ഓർമ്മയില്ലാഞ്ഞിട്ടാവാം ഏതാണ് ഓതിയത് അവിടെ എന്നുള്ളത്, അതല്ലെങ്കിൽ അവർ ഓതിയത് തെറ്റല്ല എന്നതുകൊണ്ടാവാം എന്തോ മുഹമ്മദ് നബി അവിടെ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ തടി വരാൻ വേണ്ടി 7 ഹറൂഫിൻ്റെ മേലിൽ 7 ശൈലിയിൽ ഓതി എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിരുന്ന ഒരു വീഡിയോയിൽ. അപ്പോൾ ഞാൻ ജബ്ബാർ മാഷ് എല്ലാ വീഡിയോസൊന്നും ഫോളോ ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ ഏത് വീഡിയോയിലാണെന്നൊന്നും എനിക്കറിയില്ല. ഖുർആൻ്റെ പരമ്പര മറ്റെവിടെയിലാണെന്ന് അറിയില്ല. ഞാൻ വല്ലപ്പോഴുമാണ് മാഷിൻ്റെ വീഡിയോസ് കാണുക. ഏതെങ്കിലും ഒരു വീഡിയോസ് താല്പര്യം തോന്നിയാൽ കാണും. എനിക്ക് ആഗ്രഹമുള്ളത് ആ ഖുർആൻ പഠന പരമ്പര ആദ്യം മുതലേ ഇങ്ങനെ കാണാനും അതിങ്ങനെ തഫ്സീറുകൾ വെച്ച് ഇങ്ങനെ ഒത്തുവെക്കാനൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ ജബ്ബാർ മാഷ് ആ ഒരു വിലയിരുത്തൽ തെറ്റാന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നത്. കാരണം അതും ജബ്ബാർ മാഷിൻ്റെതായ ഒരു ചെയ്യലാണ്. ജമ ചെയ്യാനുള്ള സാധ്യത ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു. കാരണം മുഹമ്മദ് നബിയുടെ അടുത്ത് ആ 7 ശൈലി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കണിശത കാണുന്നില്ല നമ്മൾ ഹദീസുകളിൽ. തുടർന്ന് വന്ന ഖലീഫമാരിലും നമ്മൾ കാണുന്നില്ല. അവിടെ ഉസ്മാൻ്റെ അടുത്ത് എത്തുമ്പോൾ ഖുറൈശിയാളെ 7 ശൈലിൻ്റെ കണക്കൊന്നും പറയണില്ല. പറയണത് ഖുറൈശികളുടെ ശൈലിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. അവിടെ 7 കണക്ക് നമ്മൾ കാണുന്നില്ല. മറ്റാരണത്തിൻ്റെ കണക്ക് അവിടെ ഉസ്മാൻ മുണ്ടണില്ല. ഉസ്മാൻ പറഞ്ഞത് ഖുറൈശികളുടെ ശൈലിയിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് ആ ശൈലിയിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഖുറൈശികളുടെ ശൈലിയിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. സെയ്ദ് ഇബ്നു സാബിത്ത് പറയുന്ന ആ ശൈലിയിൽ നിങ്ങൾ രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഹത്തായിദ നസഖുൽ മുസഫിൽ മസായിഫി റദ്ദ ഉസ്മാൻ സൂഫ് ഫൈനമാൻ അസല ബിലിസാനിം ഫഫഅലു ഹത്തായിദ നസഖുൽ സുഹഫ ഫിൽ മുസായിഫി റദ്ദ ഉസ്മാൻ സുഹഫു ഇല ഹഫ്സ ഫാർസല ഇല കുല്ലി ഉഫുഖൻ ബി മുസഫി മിമ്മാ നസഖു. അപ്പോൾ അവർ പകർത്തിയ ആ ഒരു ഖുർആൻ പകർത്തിയതിന് ശേഷം അത് ഹഫ്സയിലേക്ക് അയച്ചു കൊടുത്തു. ഏത് അബൂബക്കർ എഴുതിയ ആ ഒരു അബൂബക്കർ ക്രോഡീകരിച്ച ഖുർആനിനെ മുസഹഫിനെ ഹഫ്സയിലേക്ക് തിരിച്ചയച്ചു കൊടുത്തു. എന്നിട്ട് ഈ പകർത്തി എഴുതിയ പകർപ്പിൻ്റെ മറ്റ് പകർപ്പുകളൊക്കെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഉസ്മാൻ കൊടുത്തയച്ചു. ഇവിടെ ഒന്നും 7 ഇല്ല കേട്ടോ. കുറേ വ്യാഖ്യാനക്കാർ സ്വന്തമൊക്കെ തള്ളിവിടാറുണ്ട്. 7 ശൈലിയിലാക്കിയിട്ട് ഓരോ സ്ഥലത്തേക്ക് ആണ് അയച്ചതാണ് ഉസ്മാൻ. അതല്ല 7 ശൈലിയിലാക്കിയിട്ട് അത് 7ഉം ഇങ്ങനെ പറഞ്ഞയച്ചാണ് എന്നൊക്കെ പറയുന്ന പല വ്യാഖ്യാനിക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോ വാദപ്രതിവാദങ്ങളിൽ നിൽക്കക്കളില്ലാതാക്കും ആകുന്ന സമയത്ത് ഓരോരുത്തർ സ്വന്തമാകെ ഇടുന്നതാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ സംവാദത്തിനൊക്കെ വരുമ്പോൾ ഒരു സംഘടനയുടെ ലേബൽ വേണമെന്നൊക്കെ നമ്മളിൽ പലരും പറയാറുണ്ട്. പല മുർത്തദുകളിൽ പലരും പറയാറുണ്ട്. നമ്മൾ എന്ന് പറയണ്ട, കാരണം മുർത്തദുകളായാലും പലരും പല ആശയത്തിലായിരിക്കും. അപ്പോൾ മുർത്തദുകളിൽ പലരും പറയാറുണ്ട് നിങ്ങളൊരു ഡിബേറ്റിന് വരുമ്പോൾ നിങ്ങളൊരു സംഘടനയുടെ പിൻബലമാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയുമായി വരണം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർ ഓരോ ഇഷ്ടത്തിനങ്ങോട്ട് ഓരോന്ന് വെച്ച് വീശിനോണ്ടാണ്. ഒരു ഉത്തരവാദിത്തം വരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വ്യാഖ്യാനം അവരാ വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ളത് കൃത്യമായി ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്, ഇലാക്കുലി ഉഫുഖൻ ബി മുസാഫി മിമ്മാ നസഖു, അവർ പകർത്തി എഴുതിയിട്ടുള്ള ആ ഒരു മുസാഫിനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരിടത്ത് 7 സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, ഒരൊറ്റ ശൈലിയിലുള്ള മുസാഫ. അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിലുള്ള ഈ പറഞ്ഞ സംഗതി. നിങ്ങൾ തമ്മിൽ ഭിന്നിച്ചാൽ, ഖിറാഅത്തിൻ്റെ കാര്യത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഖുറൈശികളുടെ ശൈലിയിൽ എന്ത് ചെയ്യണം, എഴുതണം എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ ഇവിടെ 7 ശൈലികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഖുറൈശികളുടെ ശൈലി എന്നും പറഞ്ഞിട്ടൊരു സംഗതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ആ 7 ശൈലി കൃത്യമായി പാലിച്ച് അവിടെ എഴുതുക, അത് കൃത്യമായി എവിടെയൊക്കെ വെച്ചാൽ അവിടെ കൊടുത്തേക്കുക, അത്രയല്ലേ ഉള്ളൂ. ഖുറൈശികളുടെ ശൈലിൻ്റെ ചർച്ചേൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം ഇനി അവിടെ വേറെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഖുറൈശികളുടെ ശൈലിയിൽ
അവിടെ എഴുതാൻ പറഞ്ഞത് അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റ് ശൈലികൾ നിലനിൽക്കണോണ്ടല്ലേ എന്ന്? അല്ല, മറ്റുള്ള ശൈലികളിലൊക്കെ ഒരു ഏകീകൃതമായ രൂപത്തിലേക്ക് ഇവർക്ക് എത്താൻ പറ്റുന്നുണ്ട്, എന്നാൽ ചില സ്ഥലങ്ങളിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് അവിടെ കുറേശികളെ ശൈലി സ്വീകരിക്കാൻ പറഞ്ഞതാണ്. മറ്റുള്ള ശൈലികൾ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ കാലാന്തരത്തിൽ വന്നു ചേർന്ന പലതരം ശൈലികളായി മാറാനേ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഹുദൈഫ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ 7 ശൈലികളും ആ പറഞ്ഞതിലുള്ള വ്യത്യാസങ്ങൾ, അംഗീകരിക്കപ്പെട്ട വ്യത്യാസങ്ങളാണ് ഇറാഖുകാരുടെ നിന്നൊക്കെ കണ്ടത് ഹുദൈഫ എങ്കിൽ ഹുദൈഫ അവിടെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു 7 ശൈലികൾ അവിടെ അറിയപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന വേരിയേഷൻസ്, ഇവിടെ പറഞ്ഞ വേരിയേഷൻ, ആ ഒരു ശൈലികളിൽ വ്യത്യാസം വരിക എന്നുള്ള സംഗതിയൊക്കെ ഈ പറഞ്ഞ 7 പെടൂല. നമുക്ക് ആകെ മൊത്തത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ഇനി നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സമർത്ഥിക്കും കമൻറ്റിൽ. അത് 7 ശൈലി തന്നെയാണ്, 7 ശൈലി അന്ന് ഉണ്ടായിരുന്നു, പിന്നെ തുടർന്ന് അത് നിലനിർത്തി, മുഹമ്മദ് നബി നിലനിർത്തി, പിന്നെ സ്വഹാബികൾ നിലനിർത്തി, തുടർന്ന് പിന്നെ അങ്ങനെ ആ സനതോടുകൂടി അതന്നെ 7 ശൈലി തന്നെ നിലനിന്ന് പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ തെളിവ് സഹിതം സമർത്ഥിച്ചോളി. അപ്പോൾ അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് ബോധ്യം വന്നാൽ ഞാൻ തിരുത്തും, അതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇല്ല, ഇപ്പം ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും തള്ളിക്കളയാൻ പറ്റാത്ത സാധനങ്ങളാണ്. നിങ്ങൾക്ക് തെളിവുകൾ കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കഴിയുമെങ്കിൽ കൊണ്ടുവരും. ഇനി പറയുന്ന കാര്യം, ഇനി ഇവിടെ പലതരത്തിലുള്ള മുസാഫകൾ നിലനിന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ പലതരത്തിലും പല രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ട മുസാഫുകൾ പിന്നീട് ഉസ്മാൻ കത്തിക്കാൻ പറഞ്ഞത് ഈ റിപ്പോർട്ടിൽ തന്നെയാണ് പറയുന്നത്. എന്താണ്? ഫാർസലയില കുല്ലി ഉഫുഖിൻ ബി മുസാഫിൻ ബി മനസഹു, അവർ പകർത്തിയതായ മുസാഫിനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അയച്ചു. വ അമറ ബിമാ സിവാഹു മിനൽ ഖുർആനി അമറ, ഉസ്മാൻ എന്നിട്ട് കൽപ്പിച്ചു, ബിമാ സിവാഹു മിനൽ ഖുർആനി ഫി കുല്ലി സ്വഹൈഫത്തിൻ ഔ മുസഹഫിൻ അൻ യുഹ്രിക, അത് എരിക്കപ്പെടാനും കൽപ്പിച്ചു. അതായത് മുസഹഫിനെ, ഈ പറഞ്ഞ ഉസ്മാൻ ക്രോഡീകരിച്ചിട്ടുള്ള ആ മുസഹഫ് ഉണ്ടല്ലോ, അതല്ലാത്ത ശൈലിയിലുള്ള എല്ലാ മുസഹഫുകളെ, എല്ലാ ഖുർആൻ എഴുതി വെച്ച സാധനങ്ങളെയും കൊണ്ടുവരാനും അത് മുഴുവൻ കത്തിച്ച് കളയാനും ആര് പറഞ്ഞു? ഉസ്മാൻ പറഞ്ഞു. അത് മുഴുവൻ കത്തിച്ചാണ് കളഞ്ഞോളി, ഞാൻ ഈ ക്രോഡീകരിച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതായത് ഉസ്മാൻ ഈ ക്രോഡീകരിച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അത് മാത്രം ഞാൻ നിലനിന്നാതി എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ കൂട്ടിച്ച് കത്തിച്ചു. ഇനി ഈ പറഞ്ഞ ക്രോഡീകരണങ്ങളിൽ ഇനിയും വരുന്ന സമയത്തൊക്കെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ അലയടിക്കും, ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ അലയടിക്കും. അപ്പോൾ അള്ളാഹിന്റെ സംരക്ഷണം അവിടെ പോയി എന്നുള്ളത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാമാണ് ദിക്റിനെ ഇറക്കണവൻ, വഇന്നാ നഹ്നു ലഹാഫിളൂൻ, നാമാണ് ഇതിനെ സംരക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് ആ സംരക്ഷണം എന്തേ ഇങ്ങനൊക്കെ ആയിപ്പോയത്? എന്തേ മൊത്തത്തിൽ സംരക്ഷിക്കപ്പെട്ടില്ല? എന്തേ 3 ഘട്ടങ്ങളിൽ വന്നിട്ടും അത് സംരക്ഷണം അങ്ങോട്ട് ഫുള്ളായില്ല എന്നൊക്കെ നമുക്ക് ആണ് സ്വയം ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. അതൊക്കെ നമ്മൾ തെളിവുകൾ സഹിതമാണ് വായിക്കുന്നത്, റിപ്പോർട്ടുകൾ സഹിതമാണ് വായിക്കുന്നത്. ഖാല ഇബ്നു ശിഹാബ് പറഞ്ഞു, അഖ്ബർനി ഖാരിജത്ത് ബിൻ സെയ്ദ് ബിൻ സാബിത്ത് സെമിയ സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞായിട്ട് ഖാരിജത്ത് ബിൻ സെയ്ദ് ബിൻ സാബിത്ത് എന്നയാൾ, അതായത് സെയ്ദ് ബിൻ സാബിത്തിന്റെ മകനായ ഖാരിജ ആയിരിക്കണം. അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഫുഖിദത്ത് ആയത്തു മിനൽ അഹ്സാബി ഹൈന നസഖിനൽ മുസഹഫ്, ഞങ്ങൾ മുസഹഫ് പകർത്തി എഴുതുന്ന സമയത്ത്, അതെപ്പോഴാ? പകർത്തി എഴുതുന്ന സമയത്ത് അബൂബക്കർ പറയുന്ന സമയം, ഖദ് കുന്തു അസ്മാഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ബിഹ, അതായത് ആദ്യം ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അഹ്സാബിൽ നിന്നുള്ള ആയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി എഴുതി വെക്കപ്പെട്ടിരുന്നെങ്കിൽ, എഴുതി വെക്കപ്പെട്ടവിടുന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞല്ലോ കമൻറ്റിൽ, അത് കൃത്യമായി മുഹമ്മദ് നബിൻ്റെ കാലത്ത് എഴുതി വെക്കപ്പെട്ടിട്ട് അത് പിന്നെ പകർത്തി എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരുമോ? അപ്പോൾ ഖദ് കുന്തു അസ്മാഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ബിഹ, അപ്പോൾ റസൂൽ അത് ഓതുന്നത് ഞാൻ കേട്ടിരുന്നു. ഫൽതമസ്നഹാ ഫവജദ്നാഹാ മഅ ഖുസൈമത്ത് ബിൻ സാബിത്തുൽ അൻസാരി മിനൽ അപ്പോൾ ഒരു ഹുസൈമത്ത് ബിൻ സാബിത്തുൽ അൻസാരി എന്നയാളിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് അത് കിട്ടി. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി എന്ന് പറയുന്ന ആ ഒരു ആയത്ത് കിട്ടി എന്ന് പറഞ്ഞു. ഫൽഹഖനാഹാ ഫി സൂറത്തിഹാ ഫിൽ മുസഹഫ്, ആ മുസഹഫിൽ ആ സൂറത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? അത് ചേർത്തു. റവാ ഇബ്നു അബി ഷൈബ ബിസ്നാദിഹി അൻ അലി, അപ്പോൾ അലിനെ തൊട്ട് ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിൻ്റെ ഇസ്നാദിൽ എഴുതി, അഅ്ലമുന്നാസു ഫിൽ മുസഹഫി അജ്റൻ അബൂബക്കർ ഇന്ന അബൂബക്കർ അവ്വലു മൻ ജമഅ മാ ബൈനൽ ലൗഹൈനി, 2 പലകകൾക്കുള്ളിലായിട്ട്, അതായത് 2 ചട്ടകൾക്കുള്ളിലായിട്ട് ഈ ഒരു ഖുർആൻ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത് അബൂബക്കർ ആയതുകൊണ്ട് അബൂബക്കറിന് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക എന്നുള്ള, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠൻ അബൂബക്കറാണെന്നുള്ള രീതിയിൽ ആര് പറയാണ്? അലി പറയാണ്. ഏറ്റവും കൂടുതൽ കൂലിക്ക് അർഹത, ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം അബൂബക്കറിനാണ് ഈ ഒരു കാര്യത്തിൽ കിട്ടാൻ പോണത് എന്ന് അലി പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ശൈലിയിലുള്ള
ക്രോഡീകരിച്ച സംഗതി ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് കൃത്യമായൊരു ശൈലി ഇതെങ്ങനെ രേഖപ്പെടുത്തണം എന്നുള്ളതിനില്ല എന്നുള്ളത് രേഖപ്പെടുത്തി വെച്ച മുസ്ഹഫുകൾ ഉണ്ടായിരുന്നു, അന്ന് ഏടുകൾ ഉണ്ടായിരുന്നു. ആ ഏടുകളുടെ ശൈലി നോക്കിയാൽ മനസ്സിലാവും. അതിൽ അലി രേഖപ്പെടുത്തി വെച്ചതായിട്ട് പറയുന്നുണ്ട്. അലീൻ്റെ ശൈലി എങ്ങനെയാണോ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ ആ ഒരു ശൈലിയിലാണ് അലി എഴുതി വെച്ചിരുന്നതെന്ന് പറയുന്നത്. ഇബ്നു മസ്ഊദിൻ്റെ ശൈലി മറ്റൊന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പല സ്വഹാബികൾക്കും പല പല ശൈലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശൈലികളൊക്കെ പറയുന്നത് കൃത്യമായൊരു ശൈലി, ഈ സൂറത്തിന് ശേഷം ഈ സൂറത്ത്, അതിന് ശേഷം ഈ സൂറത്ത്, അങ്ങനെ ഉള്ളൊരു രീതിയും, അതുപോലെ കൃത്യമായിട്ട് ഇന്ന ആയത്തിന് ശേഷം ഇന്ന ആയത്ത് എന്ന് കൃത്യമായിട്ടുള്ളൊരു ശൈലിയും വളരെ കണിശമായി അള്ളാഹുവിൻ്റെ വചനം നഷ്ടപ്പെടാത്ത രീതിയിൽ എഴുതി വെക്കാനുള്ള ഒരു പ്രേരകമായ രീതിയിൽ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ രീതിയിലുള്ള ഞാൻ പറഞ്ഞ രീതിയിലുള്ള എഴുത്തിൻ്റെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി വറവ ഇബ്നു ഷിഹാബ് റിപ്പോർട്ട് ചെയ്തു അൻ സാലിം ബിൻ അബ്ദുല്ലാഹി ബിൻ ഖാരിജ. സാലിം ബിൻ അബ്ദുള്ളയിൽ നിന്നും ഖാരിജയിൽ നിന്നായിട്ട് ഇബ്നു ഷിഹാബ് റിപ്പോർട്ട് ചെയ്തു അന്ന അബൂബക്കർ സിദ്ദീഖ് കാന ജമഅൽ ഖുർആൻ ഫി ഖറാത്വിസ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് കടലാസുകളിലായിട്ട് ഖുർആനെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. വകാന ഖദ് സഅല സെയ്ദ് ബിനു സാബിത്ത് അന്നളിറ. സെയ്ദ് ബിൻ സാബിത്തിനോട് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഫി ദാലിക ഫഅബ. അപ്പം ഇയാൾ എന്ത് ചെയ്തു? വിസമ്മതിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് വിസമ്മതിച്ചു. ഹത്ത യസ്തആനി അലൈഹി ബി ഉമർ ഫഫഅല. അപ്പോൾ ഉമർ സഹായം തേടും വരെ, ഉമർ സഹായം തേടിയപ്പോൾ അത് ചെയ്തു. അപ്പോൾ കാനത്തിൽ കുത്തുബ ഇന്ദ അബി ബക്കറിൻ ഹത്താ തുവഫ. എന്നിട്ട് ആ ഒരു പുസ്തകം, ആ ഒരു എഴുതിയ സംഗതി ആരടുത്തുണ്ടായിരുന്നു? പിന്നെ അബൂബക്കറിന്റെ കയ്യിലുണ്ടായിരുന്ന മരണം വരെ. തുമ്മ ഇന്ദ ഉമർ ഹത്താ തുവഫ തുമ്മ കാനത്ത് ഇന്ദ ഹഫ്സ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅർസല ലഹ ഉസ്മാൻ ഫഅബത് അൻ തദ്ഫഉഹ ഹത്താ ആഹദഹ ലിയറദ്നഹ ഇലൈഹ ഫബഅസത് ബിഹ ഇലൈഹി ഫനസഖഹ ഉസ്മാൻ ഹാദിൽ മസ്വായിഫ് തുമ്മ റദ്ദഹ ഇലൈഹ ഫലം തസ്ല ഇദ്ദഹ. അപ്പോൾ പിന്നെ ഒരു റിപ്പോർട്ടിൽ പറയാണ് അബൂബക്കർ ഇത് കടലാസുകളിലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് സെയ്ദ് ബിൻ സാബിത്തിനെ ഏൽപ്പിച്ചു. സെയ്ദ് ബിൻ സാബിത്തിനോട് ചോദിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് സമ്മതിച്ചില്ല. പിന്നീട് ഉമർ സഹായം തേടിയപ്പോഴാണ് സെയ്ദ് ബിൻ സാബിത്ത് സമ്മതിച്ചത് എന്നൊരു റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇവിടെ അബൂബക്കർ ഇത് മുഴുവനായിട്ട് ക്രോഡീകരിച്ചിരുന്നു എന്ന് ഇതിനർത്ഥമല്ല. ഇനി അങ്ങനെ ചിലപ്പോൾ ഈ പറയുന്ന ആൾ കരുതിയിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ ഖുർആൻ ക്രോഡീകരിച്ച് അബൂബക്കർ വെച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഒരിക്കലും പറയില്ല എന്ത് ഉമറിനോടും സെയ്ദ് ബിൻ സാബിത്തിനോടും പള്ളിവാതിൽക്കൽ ഇരിക്കാനും ഖുർആനും കൊണ്ടുവരുന്ന ആൾക്കാരോട് അവർ നിങ്ങൾക്ക് ഇത് ഖുർആനിൽ ഉണ്ടോ എന്ന് സംശയം വന്ന അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ കൊണ്ടുവരുന്ന ആയത്തിന് ഒരാളും കൂടി സാക്ഷി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. അതായത് രണ്ടുപേര് സാക്ഷിയായിട്ട് ഒരായത്തും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഏതായാലും എന്ത് ചെയ്യുക? ഖുർആനിൽ എഴുതാലോ. അല്ല, അതിൻ്റെ വക ഞാൻ പറഞ്ഞോ. ഏതായാലും രണ്ട് സാക്ഷികൾ ഉണ്ടെങ്കിൽ എഴുതാനാണ് അവർ പറഞ്ഞത്, അബൂബക്കർ പറഞ്ഞത്. അപ്പോൾ അബൂബക്കർ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് സംശയമുണ്ട്, അത് ആ ഖുർആനിലുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നാലോ രണ്ടുപേര് സാക്ഷിയുണ്ട് ഈ ആയത്തിന്, അങ്ങനെ നിങ്ങൾ എടുത്തോളി, എഴുതിക്കോളി എന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ സെയ്ദ് ബിൻ സാബിത്ത് ഹാഫിളാണെങ്കിൽ സെയ്ദ് ബിൻ സാബിത്ത് ഉമറൊക്കെ ഈ ഖുർആനെ ഈ പറയുന്ന കമൻറ്റിൽ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ രീതിയിൽ എ ടു സെറ്റ് ഇറങ്ങിയ മുതൽ അവസാനം വരെയുള്ള മനപ്പാടുള്ള മനുഷ്യന്മാരായിരുന്നു ഉമറും സാബിത്തും എങ്കിൽ, ഉമറും സാബിത്തും അത്രയും മനപ്പാടുള്ളവരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ രണ്ടാൾ സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളത് എഴുതിക്കോളി എന്ന് പറയേണ്ട ആ ഒരു രീതിയിൽ അബൂബക്കർ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു ചെറിയ സംശയമാണ്, നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായം കുറിക്കാം. ഇപ്പോൾ കാണുന്നതിൽ കുത്തുപോഴ ഇന്ത അബീബക്കറിന് ഹത്താത്ത് വഫ തുമ്മ ഇന്ത ഉമറിന് ഹത്താത്ത് വഫ തുമ്മ കാണത്ത്. അപ്പോൾ പിന്നെ ഇത് ഹഫ്സ സൂക്ഷിച്ചു ഉമറിന് മരണശേഷം ഈ ഒരു അബൂബക്കറിനെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടത് സംഗതി. എന്നിട്ട് പിന്നെ ഇതിൽ വേറെ സംഗതി ഉണ്ട് കേട്ടോ. അതായത് അബൂബക്കറിൻ്റെ അടുത്ത് പൂർണ്ണമായ ഖുർആനിൻ്റെ എഴുതപ്പെട്ട രൂപം ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും സെയ്ദ് ബിൻ സാബിത്തിന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വായിച്ചല്ലോ, ഒരു ആയത്ത് നഷ്ടപ്പെട്ടു, അഹ്സാബ് എന്നൊരു ആയത്ത് നഷ്ടപ്പെട്ട പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും അബൂബക്കറിൻ്റെ അത് ഉണ്ടായിരുന്നു എന്ന് സെയ്ദ് ബിൻ സാബിത്ത് പറയണില്ല. മൂപ്പർക്ക് അത് കിട്ടുന്നത് വേറെ ഒരു അൻസാരിയായ സ്വഹാബിൻ്റെ അടുത്ത് നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻകഴിഞ്ഞ എപ്പിസോഡിൽ തൗബയിൽ നിന്ന് നഷ്ടമായ രണ്ടായത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് പിന്നെ വേറൊരു സ്വഹാബി വന്ന് പറഞ്ഞപ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്? ഇതൊക്കെ ആദ്യമേ അബൂബക്കർ മുഹമ്മദിൽ നിന്ന് കേട്ട് എഴുതി വെച്ച ഒരു കൃത്യമായ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ആ പറഞ്ഞ ചോദ്യം പറച്ചിലൊക്കെ അവിടെ ഉണ്ടാകുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇനി ഏതായാലും അടുത്തത്
ആ അപ്പോൾ ഉസ്മാൻ ഇത് ക്രോഡീകരിക്കുന്ന സമയത്ത്, മൂന്നാം ഖലീഫ ഉസ്മാൻ വീണ്ടും ഇത് ഖുർആനെ ക്രോഡീകരിക്കുന്ന സമയത്ത് ഹഫ്സയിലേക്ക് ആ ഏട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അബൂബക്കറിന്റെ കാലത്ത് ക്രോഡീകരിച്ച ഏട്, ആ ഒരു മുസാഫ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സമ്മതിക്കണില്ല, ഹഫ്സ സമ്മതിക്കണില്ല കൊണ്ടുവരാൻ, അത് കൊടുത്തേക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് മടക്കി തരും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എന്തായാലും തരണം, എന്തായാലും മടക്കി തരും എന്ന് പറഞ്ഞപ്പോൾ ഹഫ്സ സമ്മതിച്ച് അങ്ങനെ കൊടുത്തയച്ചു. പകർത്തിയതിന് ശേഷം ഈ ഒരു പകർപ്പിനെ ഹഫ്സയിലേക്കും ഉസ്മാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. വറവ ഹിശാം ബിൻ ഉർവ അൻ അബീഹി ഖാല ലമ്മ ഖുത്ല അഹ്ലുൽ യമാമ, ഈ യമാമക്കാർ കൊല്ലപ്പെട്ടപ്പോൾ, അതായത് യമാമയിലെ യുദ്ധത്തിന് പോയ സ്വഹാബികൾ കൊല്ലപ്പെട്ട സമയത്ത് അമർ അബൂബക്കർ ഉമർ ബിനുൽ ഖത്താബ്, അല്ലേ, ഉമർ ബിൻ ഖത്താബിനോട് അബൂബക്കർ കൽപ്പിച്ചു, സെയ്ദ് ബിൻ സാബിത്തിനോടും കൽപ്പിച്ചു. എന്തിനു കൽപ്പിച്ചു? ഫഖാല ഇജ്ലിസ അലാ ബാബിൽ മസ്ജിദ്, നിങ്ങളെ പള്ളിൻ്റെ വാതിൽക്കൽ ഇരിക്കണം നിങ്ങൾ രണ്ടാളും. എന്നിട്ടാ ഫലാ യഅ്തിയന്നകുമാ അഹദുൻ ബിശൈഇൻ മിനൽ ഖുർആനി തൻകറാനിഹി യശ്ഹദു അലൈഹി റജുലാനി ഇല്ലാ അസ്ബത് മഹു. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പള്ളിവാതിൽക്കൽ ഇരിക്കണം. എന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, എന്ത്, 2 പേര് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു ആയത്തിനെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതെന്താണ്, നിങ്ങൾക്ക് അത് ഖുർആനിലുണ്ടോ അല്ലെങ്കിൽ സംശയമാണെങ്കിലും എന്ത് ചെയ്യണം, അതായത് നിങ്ങളതിന് നിഷേധിക്കുകയാണ്. ഇപ്പോൾ ഖുർആനിൽ അത് നിഷേധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ള സംശയം ഉണ്ട്, എന്നാലോ ഈ ആയത്തിന് 2 സാക്ഷികളുണ്ട്, അങ്ങനെ നിങ്ങൾ ആ ആയത്ത് എന്ത് ചെയ്തോളി, ചേർത്തോളിയും എന്ന രീതിയിൽ അബൂബക്കർ പറയാണ്. വദാലിക ലിഅന്നഹു ഖുതില ബിൽ യമാമ, കാരണം എന്താ, അത് ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ എന്താ കാരണം, അന്ന ബിൽ യമാമ അന്നാസു മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജമഉൽ ഖുർആൻ, നിശ്ചയമായും ഖദ് ജമഉൽ ഖുർആനെ ഒരുമിച്ച് കൂട്ടിയവർ, അല്ലേ, ഖുർആനെ ഒരുമിച്ച് കൂട്ടിയവരായ സ്വഹാബികൾ, ഖദ് ജമഉ അൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയവരായ സ്വഹാബികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു, യമാമയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അബൂബക്കർ ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടിയൊരു, ഹൃദയത്തിലും അതുപോലെ ഇതിലൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവിടെ ഹാഫിൽ തന്നെ ഉദ്ദേശം, അല്ലേ, കൃത്യമായിട്ട് അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ടാവുമല്ലോ, അത് A to Z ഇറങ്ങിയ മുതൽ അവസാനം വരെയുള്ള കൂൽക്ക് മനപ്പാടഞ്ഞു അതവിടെ ഉദ്ദേശിച്ച് അങ്ങനത്തെ പോലെയാണെന്നൊക്കെ ആണെങ്കിൽ ആ വാദത്തിന് കൃത്യമായ തെളിവ് അസർ ഹദീസ് ആയത്തിൽ നിന്ന് കൊണ്ടെന്നുള്ളി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ തിരുത്താം. പിന്നെ പറവ മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു കാല ഖുത്ല ഉമർ വലം യജ്മാൽ ഖുർആൻ. അപ്പോൾ ഖുർആന്റെ ക്രോഡീകരണം നടന്നെങ്കിലും ആ ക്രോഡീകരണം സമ്പൂർണ്ണമായിരുന്നോ എന്നൊരു ചോദ്യമാണ് ഈ പറയുന്ന ഇബ്നു സീരീന്റെ പ്രസ്താവനയിലുള്ളത്. ഇബ്നു സീരീൻ പറയാണ് ഉമർ കൊല്ലപ്പെട്ടു, വലം യജ്മാൽ ഖുർആൻ പക്ഷേ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല. ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആ സംഗതിയാണല്ലോ പിന്നെ അഫ്സയിലേക്ക് എത്തുന്നത്, എന്നാൽ അത് പൂർണ്ണമായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പൂർണ്ണമായിരുന്നെങ്കിൽ പിന്നെ വീണ്ടും ഉസ്മാന്റെ കാലത്ത് ഒരു ക്രോഡീകരണത്തിന്റെ ആവശ്യം വേറെ വരുന്നില്ലല്ലോ. ഉസ്മാന്റെ കാലത്ത് പിന്നെയും ഖുർആനിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കണം ഇബ്നു സീരീൻ, അല്ലെങ്കിൽ അതൊക്കെ അറിയുന്നതുകൊണ്ടായിരിക്കണം ഇബ്നു സീരീൻ പറഞ്ഞത് ഖുർആന്റെ ക്രോഡീകരണം ഉമർ മരിച്ചപ്പോഴും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ലാണുള്ളത്. അപ്പം ഇനി പറവ യഹ്യ ബിനു അബ്ദുറഹ്മാൻ ബിനു ഹാത്തിബ്, അദ്ദേഹം പറഞ്ഞ എന്താണ്, അറാദ ഉമർ ബിൻ ഖത്താബ് യജ്മാഅൽ ഖുർആൻ ഫഖാമ ഫിന്നാസ്. ഉമർ ബിൻ ഖത്താബ് ഉദ്ദേശിച്ചു ഖുർആനെ ഒരുമിച്ച് കൂട്ടാൻ, ഖുർആനെ ക്രോഡീകരിക്കാൻ. ഫഖാമ ഫിന്നാസ്, അപ്പോൾ ജനങ്ങളിലേക്ക് എണീറ്റുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു. ഫഖാല മൻകാന തലക്കാമിൻ റസൂലില്ല. അപ്പോൾ എന്താ ഉമർ പറഞ്ഞത്, മൻകാന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മൻകാന തലക്കാമിൻ റസൂലിൽ നിന്ന്, അതായത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും ആയത്തിനെ സ്വീകരിച്ചവരുണ്ടെങ്കിൽ ഷൈഅൻ മിനൽ ഖുർആനി ഫയത്തിനാ ബിഹി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മിലേക്ക് അതും കൊണ്ടുവരണം. നിങ്ങൾ റസൂലിൽ നിന്ന് നേരിട്ട് ഖുർആനെ കേട്ടിട്ടുണ്ടെങ്കിൽ, അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കൊണ്ടുവരണം. വക്കാനു കതബു ദാലിക ഫി സുഹഫ്, അപ്പോൾ അവരായിരുന്നു ഈ കേട്ട ആളുകളൊക്കെ അത് ഏടുകളിൽ എഴുതിയവരായിരുന്നു. അൽവാഹി പലകകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പോലെ അസബ് എന്ന കല്ല് എന്നാണ് തോന്നുന്നത്, നേരത്തെ അതിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. വക്കാനല യഖ്ബലു മിൻ അഹദിൻ ഷൈഅൻ ഹത്താ യശ്ഹദു ഷഹീദാനി. അപ്പോൾ ഉമർ ഒരിക്കലും 2 സാക്ഷികളില്ലാതെ ഇത് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ജാ ഹുസൈമത്ത് ബിൻ സാബിത്ത്, അപ്പോൾ ഹുസൈമത്ത് ബിൻ സാബിത്ത് വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖദ് റഅയ്തുക്കും തറക്തും ആയതൈനി ലം തക്തബൂഹുമ, ഞാൻ കണ്ടു നിങ്ങൾ 2 ആയത്തുകൾ കൂട്ടിച്ചേർത്തിട്ടില്ല, 2 ആയത്തുകൾ ഇതിൽ ചേർത്തിട്ടില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, മാവുമ ഏതാണ് 2 എണ്ണം? അപ്പോൾ 2 ആയത്തുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചു ചോദിച്ചു. കാല
തലക്കൈതു മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അത് ആയത്തിനെ ഞാൻ എടുത്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഇലാ ആഖിരി സൂറത്തിൽ. അതായത് ഒരു രണ്ടായത്തിൻ്റെ കാര്യം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ രണ്ടായത്തുകളാണ് ഇയാൾ പറയുന്നത്. ആ രണ്ടായത്തുകൾ എഴുതിയിട്ടില്ല എന്ന് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് അപ്പോൾ ആ ആയത്ത് പറഞ്ഞു കൊടുത്തു. ഈ രണ്ടായത്താണ് അത്. അപ്പോൾ ആ സമയത്ത് ഫഖാല ഉസ്മാൻ, അപ്പോൾ ഉസ്മാൻ പറഞ്ഞു അഷ്ഹദു അന്നഹുമാ മിൻ ഇൻദില്ലാ, തീർച്ചയായിട്ടും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഉസ്മാനും പറഞ്ഞു. ഫൈന തറ അൻത ജഅലുഹുമ, എന്നിട്ട് ചോദിക്കാണ് ഫൈന തറ, അപ്പോൾ എവിടെ നിങ്ങളത് കണ്ട നജഅലുഹുമ, നമ്മളതിനെ നജഅലുഹുമ, നമ്മളാ രണ്ടായത്തുകളെയും ചേർക്കാൻ എവിടെ ചേർക്കണം എന്നാണ് നിങ്ങൾ കരുതുന്നത്, നിങ്ങൾ കാണുന്നതെന്ന്. ഫഖാല ഖാല ഇഖ്തിം ബിഹിമ ആഖിറുമാ നസല മിനൽ ഖുർആനി ഫഖുതിമത് ബിഹിമ ബറാ. അപ്പോൾ ബറാത്ത് സൂറത്തിൻ്റെ അവസാനത്തിൽ ചേർത്തോളി ആ രണ്ടായത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ രണ്ട് ആയത്തുകൊണ്ടാണ് പിന്നീട് ഈ ഒരു ബറാത്ത് സൂറത്ത് അവസാനിപ്പിക്കപ്പെട്ടത്. അപ്പം നിങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ, ഇവിടെ ഇവർ ചോദിക്കുകയാണ്, ഈ രണ്ടായത്ത് കിട്ടിയ പാടെ ഈ ആയത്ത് എവിടെയാണെന്ന് മനസ്സിലാക്കിയാണ്ട് അവിടെ ചേർക്കല്ല ചെയ്യണത്, ഇവർ ചോദിക്കുക ചെയ്യുന്നത് എവിടെ ചേർക്കണം എന്ന് ഞങ്ങൾ കാണുന്നതാണ്, തിരിച്ചു ചോദിക്കുക. അപ്പോൾ കൃത്യമായി മനഃപ്പാഠമുള്ളവരായിരുന്നെങ്കിൽ ഈ നഷ്ടമായ ആയത്തുകൾ ഇന്നതാണെന്നോ അത് ഇവിടെയാണെന്നൊക്കെ കൃത്യമായ ബോധ്യമുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ഇവർ ചോദ്യം ചോദിക്കുമായിരുന്നോ? ഇനി ഇവിടെ വ്യാഖ്യാനിക്കണവർക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യാം, അത് അയാൾക്ക് അറിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അത് എവിടെയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാന്നൊക്കെ ചോദിക്കാം അല്ലേ? അങ്ങനെ എന്തൊക്കെ വ്യാഖ്യാനിച്ചാൽ, അങ്ങനെ വ്യാഖ്യാനിച്ചാണ് ഇതൊക്കെ ഇവിടെ വരെ എത്തിയത്. അല്ലാതെ ഇതൊന്നും എന്തല്ല, ഇതൊക്കെ സ്വന്തം വക വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർ എഴുതി ചേർത്ത് ഇങ്ങനെ ഇവിടെ വരെ വലിച്ചു നീട്ടി എത്തിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഈ കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടെ രേഖ കിട്ടിയത് എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വിരൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കോട്ടങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിൽ ഞാൻ വായിച്ച ഭാഗങ്ങളിലും അതുപോലെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വായനയിലോ അർത്ഥത്തിലോ തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ പ്രമാണസഹിതം കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. കമൻറ്റ് ഓപ്പൺ ആണ്, കമൻറ്റിൽ എഴുതുക. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഖിറാഅത്തിലുള്ള ചില മാറ്റങ്ങൾ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി. ഖിറാഅത്തിൽ എന്തുകൊണ്ടായിരിക്കും ഹുസൈമ പേടിച്ചതെന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഹഫ്സ് ഖുർആനും വർഷ ഖുർആനും എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിലുള്ള വേരിയേഷൻസ് കാണുമ്പോൾ തന്നെ അവിടെ വരുന്ന അർത്ഥവ്യത്യാസം നമുക്ക് മനസ്സിലാകും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇത്രയും ക്രോഡീകരിച്ചിട്ടാണ് ഇങ്ങനെ ഈ ഒരു അർത്ഥവ്യത്യാസം ഉള്ള രീതിയിലുള്ള വ്യതിയാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കണം. അപ്പോൾ പിന്നെ അന്ന് ഏതൊക്കെ രീതിയിൽ അന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടാകും. നമ്മൾ ചില എക്സ്പെരിമെൻ്റ് ഒക്കെ കണ്ടിട്ടില്ലേ, ഒരാളിൽ നിന്ന് കേട്ട് പിന്നെ അടുത്ത ആളിലേക്ക് എത്തി അങ്ങനെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ആൾ എന്താണോ പറഞ്ഞാൽ അതിന് തീർത്തും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവസാനത്തെ ആൾ ഉണ്ടാകുക. അങ്ങനെയാണ് ഈ വാമൊഴിയായി പോകുന്നതിൻ്റെ ഒക്കെ ഒരു ദൗർബല്യം. അതേപോലെ അറബി ഭാഷയ്ക്ക് തന്നെ ഉണ്ടായിരുന്നൊരു ദൗർബല്യമുണ്ട്. കൃത്യമായി അവിടെ എഴുതിയത് എന്തെന്ന്, അവിടെ എഴുതിയ ആളെ അടുത്ത് എഴുതിപ്പിച്ച ആളടുത്ത് ഉണ്ടായിരുന്ന ആൾക്ക് മാത്രമേ കൃത്യമായിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് അത് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. ആ പാടായതുകൊണ്ടാണ് ഇപ്പോഴും വർഷ് ഖുർആനെ നിഷേധിക്കാൻ കഴിയാത്തത്. വർഷിൻ്റെ ശൈലി അതുപോലെ ദൂരി കാലൂൻ എന്നൊക്കെ പറയുന്ന ശൈലികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന വള്ളിപുള്ളികൾ എവിടെ ചേർക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് അവിടെ സ്വാഭാവികമായി വരും എന്നുള്ളതും അതിൻ്റെ ആ ഒരു സാന്നിധ്യത്തിന് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അഭിപ്രായങ്ങൾ അറിയിക്കുക, തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. തുടർന്നും ഈ യാത്രയിൽ ഭാഗഭാക്കാവുക. അവസാനം വരെയും ഈ ഒരു സീരീസിൻ്റെ അവസാനം വരെയും കൂടെ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൽ ഒരു കമൻറ്റിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഖുർആനിൽ ശരിക്കിന് ആദ്യത്തെ ആയത്ത് എങ്ങനെയാണോ ഇറങ്ങിയത് അവിടുന്ന് അങ്ങോട്ട് അവസാനം വരെ ശരിക്കും ഓർഡറിൽ പറയണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ആ കമൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു രീതിയിൽ ഇപ്പോൾ നിലവിൽ ജബ്ബാർ മാഷ ഖുർആൻ ക്ലാസ് ആ ഒരു ശൈലിയിലാണ് പോകുന്നത്. എന്നാൽ ആ ഒരു ശൈലി പിടിക്കാതെ മറ്റൊരു അപ്രോച്ചിലൂടെ കൊണ്ടുപോകാനാണ് ഞാൻ കരുതുന്നത്. പിന്നീട് തരമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആ രീതി നോക്കാം എന്ന് ഒരു ആശ, അത്രമാത്രം.